താങ്ക് യു സോ മച്ച്. നമ്മുടെ ഗുഡ് മോർണിംഗ് എവ്രിവൺ. നമ്മുടെ 3 ദിവസത്തെ ഇന്റൻസീവ് ഹീലിംഗ് എന്ന് പറയുന്ന ടോപ്പിക്കിൽ 3 ദിവസത്തെ സെഷനിലേക്ക് നിങ്ങൾ എല്ലാവരെയും വെൽക്കം ചെയ്യാം. സോ ആർ യു റെഡി? ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ബിക്കോസ് ഇനിയുള്ളൊരു 1 അവർ നമ്മൾ നമ്മളുടെ ലൈഫിൽ വലിയ രീതിയിലുള്ള ഒരു ഇന്റൻസ് ഹീലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹീലിംഗ് മേഖലയുമായി ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്താണ് ഹീലിംഗ്, എന്താണ് ട്രോമ ഹീലിംഗ്, എന്താണ് ട്രോമ, ഇതെല്ലാം നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഇഫ് യു ആർ റെഡി, ലെറ്റ്സ് ബിഗിൻ. ആർ യു റെഡി? റെഡിയാണോ? Yes, just comment down yes. If you're ready and excited, just comment down yes. Intensive ആയിട്ടുള്ള ഹീലിംഗിലേക്ക് നമുക്ക് കിടക്കാൻ പോവാം. എങ്ങനെയുണ്ടായിരുന്നു മെഡിറ്റേഷൻ? ഡിഡ് യു എൻജോയ്? സമ്പൽ സമൃദ്ധിയുള്ള ആ ഒരു മെഡിറ്റേഷൻ, സമ്പത്ത് നമ്മളിലേക്ക് അട്രാക്ട് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള അവയർനെസ് ക്രിയേറ്റ് ചെയ്യുന്ന മെഡിറ്റേഷൻസിലൂടെ നിങ്ങൾ കടന്നുപോയി എന്ന് വിചാരിക്കുന്നു. ഓക്കെ, നിങ്ങളുടെയൊക്കെ അവയർനെസ് പതിയെ പതിയെ ചേഞ്ച് ചെയ്യുന്നു. ഇറ്റ്സ് ഓൾറെഡി ഹാപ്പനിങ്. യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. നിങ്ങൾ ഓൾറെഡി ആ ഒരു ചേഞ്ചിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. സോ സ്റ്റേ എക്സൈറ്റഡ്. നിങ്ങൾ എന്ത് എക്സൈറ്റഡ് ആയിട്ട് നിൽക്കുക, എക്സൈറ്റഡ് ആയിട്ട് തന്നെ നിൽക്കുക. ബിക്കോസ് യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് എന്ന് വെച്ചാൽ യു ആർ ഓൺ ദ റൈറ്റ് ട്രാക്ക്. യു ആർ ഓൾറെഡി മാനിഫെസ്റ്റിംഗ്. നിങ്ങൾ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് മാനിഫെസ്റ്റേഷൻ കപ്പാസിറ്റി നല്ലോണം ഉണ്ട്. അതുകൊണ്ടാണ് നെഗറ്റീവായ കാര്യങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നത്. മനസ്സിലാകുന്നുണ്ടോ? നെഗറ്റീവായ കാര്യങ്ങൾ ഇപ്പോൾ സംഭവിക്കുന്നില്ലേ? ബിക്കോസ് നമ്മൾ അതെന്ന് ചിന്തിച്ച് നമ്മളത് എന്ത് വെച്ചാൽ നമ്മളുടെ ഉള്ളിലേക്ക് ഉൾക്കൊണ്ട് നമ്മളത് മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. സോ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ ഓൾറെഡി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ നമ്മൾ ഉദ്ദേശിക്കുന്ന വലിയൊരു ചേഞ്ചിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം? ചേഞ്ച് ആവണം. ദാറ്റ്സ് ഓൾ. റെഡിയാണോ? ഇഫ് യു റെഡി, ലെറ്റ്സ് ബിഗിൻ. നമുക്ക് എന്ത് ചെയ്യാം? ആരംഭിക്കാം. ശരത്, എല്ലാ ഗ്രൂപ്പിലും എന്ത് ചെയ്യാം? ഷെയർ ചെയ്യാം. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ വെച്ചാൽ എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്യട്ടോ. നമ്മളുടെ ഈ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. ഓക്കെ, ഇന്റൻസീവ് ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ എന്താണ് എനിക്ക് ഇനി പറയാനുള്ളത്? നമുക്കൊന്ന് എനിക്ക് പറയാനുള്ള, എല്ലാവരും നോട്ട് പാഡും പേന എടുത്തിട്ട് എന്ത് റെഡി ആയിട്ടിരിക്കുക. ബിക്കോസ് ദിസ് വിൽ ബി ഹീലിംഗ്. കുറച്ച് ഹീലിംഗ് ആക്ടിവിറ്റീസ് ഉണ്ടാകും. കുറച്ച് നോട്ട്സുകൾ നമുക്ക് എഴുതിയെടുക്കാം. കുറച്ച് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. റെഡി ആണല്ലോ? വാട്ട് ഈസ് ആക്ച്വലി ട്രോമ? ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ട്രോമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് മനസ്സിലാവുന്നുണ്ടോ? നമ്മുടെ എന്ന് വെച്ചാൽ ഈ ട്രോമ എന്ന് പറയുന്നത് നമുക്ക് വേറെ പേരിട്ട് വിളിക്കാം. ഇമോഷണൽ വോൺസ് എന്ന് പറയും. ഇമോഷണൽ വോൺസ്. എന്താണ് ഇമോഷണൽ വോൺസ്? ഇമോഷണൽ വോൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകാരികമായിട്ടുള്ള മുറിവുകൾ, നമ്മളുടെ ഉള്ളിലേക്ക് ഉണ്ടായിട്ടുള്ള വൈകാരികമായിട്ടുള്ള മുറിവുകൾ. ഇത് എവിടെ നിന്നാണ് ഉണ്ടാവുന്നത്? ഇത് വൈകാരികമായിട്ടുള്ള മുറിവുകൾ പൊതുവെ 4 രീതിയിലാണ് ഉണ്ടാവുന്നത്. പല രീതിയിൽ ഉണ്ടാവാറുണ്ട്. ഒന്ന് ചൈൽഡ്ഹുഡ്, ചെറുപ്പകാലത്ത് നമുക്ക് ഉണ്ടാകാം. രണ്ടാമത്തത് കുടുംബ ബന്ധങ്ങളിൽ നിന്നുണ്ടാവാം. കുടുംബ ബന്ധങ്ങളിൽ നിന്നുണ്ടാവാം. അതേപോലെ തന്നെ നമ്മുടെ കുടുംബ ബന്ധങ്ങളിൽ നിന്നുണ്ടാവാം. ബന്ധങ്ങളിൽ നിന്ന്, ഫാമിലിയിൽ നിന്ന്. അതായത് നമ്മളിപ്പോ ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻഷിപ്പിൽ പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് ബൗൺസ് ആയിട്ട് മാറും. പിന്നെ നമുക്ക് എവിടെ നിന്ന് ഉണ്ടാവുന്നത്? പരാജയങ്ങളിൽ നിന്ന്. നമ്മൾ അനുഭവിക്കുന്ന പരാജയങ്ങൾ ഉണ്ടാവില്ല. പരാജയങ്ങൾ ഉണ്ടാവും. അപ്പൊ ആ പരാജയങ്ങൾ ഇതേപോലെ നമ്മളെ വല്ലാണ്ട് ഹോൾഡ് ചെയ്യും. അതേപോലെ നമുക്ക് ലോസ്, ഒരാളെ നഷ്ടപ്പെടും. ഒരാളെ നമ്മുടെ ലൈഫിൽ നഷ്ടപ്പെടുക, ഒരു അവസരം നഷ്ടമാവുക, അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്ന് വെച്ചാൽ ഒരു വ്യക്തിയെ നഷ്ടപ്പെടുക, മരണം സംഭവിക്കുക. അച്ഛനും അമ്മയും മരിച്ചു കഴിഞ്ഞാൽ ചിലരെ സംബന്ധിച്ചിടത്തോളം വല്ലാത്തൊരു ഇമോഷണൽ വോൺസ് ഉണ്ടാകും. ഇമോഷണൽ വോൺസ് ആർ ഇൻവിസിബിൾ ഇൻജുറീസ് കോസ്ഡ് ബൈ പെയിൻഫുൾ ലൈഫ് എക്സ്പീരിയൻസ്. എന്താണ് അത്? ഇമോഷണൽ വോൺസ് എന്താണ്? ആർ ഇൻവിസിബിൾ ഇൻജുറീസ് കോസ്ഡ് ബൈ പെയിൻഫുൾ എക്സ്പീരിയൻസ് ഇൻ ലൈഫ്.
ലൈഫിൽ പെയിൻഫുൾ എക്സ്പീരിയൻസ് ആയിട്ട് മാറുന്നതാണ് ഈ വികാരങ്ങൾ, ഈ മുറിവുകൾ. ദീസ് മേ സ്റ്റെം ഫ്രം നെഗ്ലെക്ട്, ബിട്രയൽ, ക്രിറ്റിസിസം, അബാൻഡ്മെന്റ് ആൻഡ് റിജക്ഷൻ. ഇത് എവിടുന്നായിരിക്കും വന്നിരിക്കുന്നത്? നെഗ്ലെക്ട്. ദിസ് മേ സ്റ്റെം ഫ്രം നെഗ്ലെക്ട്, ബിട്രയൽ, ക്രിറ്റിസിസം ആൻഡ് അബാൻഡൻമെന്റ്. ഒരാൾ നമ്മളെ അവഗണിച്ചു, അതൊരു ട്രോമയാവാം. ഓക്കെ. ഒരാൾ നമ്മൾ ചതിച്ചു, അതൊരു ട്രോമയാവാം. ഒരാൾ നമ്മളെ വല്ലാണ്ട് ക്രിട്ടിസൈസ് ചെയ്തു, കുറ്റപ്പെടുത്തി, അല്ലെങ്കിൽ എന്താ പറയുക, നമ്മൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു വല്ലാണ്ട്, അത് നമുക്കൊരു വല്ലാണ്ട് ട്രോമയായിട്ട് ബാധിച്ചു കഴിയും. അബാൻഡൻമെന്റ്, നമ്മൾ ഉപേക്ഷിച്ചു. അബാൻഡൻമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം കുട്ടികൾക്ക് അബാൻഡൻമെന്റ് വരുന്നൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ട് അവിടെ കുട്ടികളെ നിർത്തിയിട്ട് അച്ഛനും അമ്മയും ഒരു സ്ഥലത്തേക്ക് പോയി, അത് കുട്ടിക്ക് വല്ലാണ്ട് പെയിൻ അല്പം ഉണ്ടാക്കിയേക്കും. അല്ലെങ്കിൽ ബന്ധു വീട്ടിലേക്ക് കുട്ടിയെ വളർത്താൻ വേണ്ടിയിട്ട് പറഞ്ഞയച്ചു. അച്ഛന്റെ വീട്ടിൽ വളരുക, അമ്മയുടെ വീട്ടിൽ വളരുക, അങ്ങനെ ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഞാൻ അച്ഛന്റെ വീട്ടിലാണ് വളർന്നത്, അമ്മയുടെ വീട്ടിലാണ്, അച്ഛൻ്റെ അമ്മേന്റെ കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. നിങ്ങൾക്ക് നല്ല ട്രോമ ആയിട്ട് അത് മാറാൻ സാധ്യത. എത്ര പേരുണ്ട് അങ്ങനെ? അങ്ങനെ ആരെങ്കിലും? ഞാൻ അമ്മാവന്റെ വീട്ടിലായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ബോർഡിംഗ് സ്കൂളിലായിരുന്നു. യെസ്. സോ അങ്ങനെ വളർന്നിട്ടുള്ള ആൾക്കാർക്ക് എന്ന് വെച്ചാൽ അച്ഛൻ്റെ അമ്മയുടെയും ആ ഒരു കരുതലും സ്നേഹവും ലഭിക്കാത്തതെന്ന് സംഭവിക്കുക. വാട്ട് ഹാപ്പൻസ് ദാറ്റ് ബിക്കംസ് എ ട്രോമ. അവർക്ക് റിലേഷൻഷിപ്പിൽ വലിയ ചാലഞ്ചസ് വരാൻ സാധ്യതയുണ്ട്. സ്നേഹം എന്ന് പറയുന്നത് അവർക്ക് വേണം ഒരുപാട്, അവർ കൊടുക്കാനും തയ്യാറാണ്, പക്ഷെ അവർക്ക് സ്നേഹം കിട്ടില്ല. അവരുടെ ലൈഫിൽ അവർക്ക് ഒരിക്കലും സ്നേഹം കിട്ടില്ല, ബിക്കോസ് അവരുടെ അവയർനെസ്സിൽ സ്നേഹം എന്താണെന്ന് അവർക്ക് അറിയില്ല, അല്ലെങ്കിൽ അവരുടെ അവയർനെസ്സിൽ അവർക്ക് സ്നേഹം പ്രോപ്പറായിട്ട് ബാലൻസ്ഡ് ആയിട്ട് ഒരു വിശ്വാസത്തോട് കൂടിയിട്ട്. മറ്റുള്ളവരുടെ വിശ്വാസം നഷ്ടപ്പെടും, സ്നേഹത്തിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. എന്നാൽ സ്നേഹമുണ്ടോ? സ്നേഹമൊക്കെ ഉണ്ട്. ആരും വേദനിപ്പിക്കുന്നു ഇങ്ങനെ ഒരു അവസ്ഥയിലൂടെ കടന്നു പോകും. ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നവരും കണക്ട് ചെയ്യാൻ പറ്റുന്നവരും എന്ത് ചെയ്യുക, മീ എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഓൺ മീ. ജസ്റ്റ് കമന്റ് ഓൺ മീ. സോ കണക്ട് ചെയ്യാൻ പറ്റുന്നവരുണ്ട് അല്ലെ? പലരും ഉണ്ട്, ഒരുപാട് പേര് കണക്ട് ചെയ്യാൻ പറ്റുന്നു, ഒരുപാട് പേർക്ക് ഇത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. സോ ട്രോമ എന്ന് പറയുന്നത് ഈ രൂപത്തിലെല്ലാം എന്താ പറയുക, ട്രോമ നമുക്ക് ബാധിച്ചേക്കാം. ട്രോമ പല രൂപത്തിൽ നമുക്ക് ബാധിച്ചേക്കാം. അപ്പോ ഒന്നെന്താ വെച്ചാല് അബാൻഡൻമെന്റ്, റിജക്ഷൻ. നിങ്ങൾക്ക് റിജക്ഷൻ സംഭവിച്ചു, ഒരു ഇന്റർവ്യൂവിൽ നിങ്ങൾ റിജക്റ്റഡ് ആയി, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചെന്ന് പറഞ്ഞു, ചോദിച്ചു, അപ്പൊ നിങ്ങൾ റിജക്ട് ചെയ്തു, അത് നിരസിച്ചു. അതായത് നിങ്ങൾ സ്കൂളിൽ നിന്ന് ടൂർ പോകണമെന്ന് പറഞ്ഞിട്ടൊരു ആഗ്രഹം പറഞ്ഞു, മാതാപിതാക്കൾ അത് നിരസിച്ചു. ദാറ്റ് ക്യാൻ ബിക്കം എ ട്രോമ. ചെറിയ കാര്യങ്ങൾ മതി, മനസ്സിനെ അത് എങ്ങനെ ബാധിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലാവുന്നുണ്ട്? ക്രിറ്റിസിസം പറഞ്ഞതുപോലെ കുറ്റപ്പെടുത്തൽ, ഒരുപാട് കുറ്റപ്പെടുത്തൽ. അച്ഛൻ്റെ അടുത്ത് എന്നും അമ്മ എന്നും പറയണമെന്ന് വെച്ചാൽ, ചില അമ്മമാരുണ്ട് അല്ലെ, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്, അത് അങ്ങനെയല്ല, എങ്ങനെയാണ്, അങ്ങനെയല്ല, എങ്ങനെയാണ്. ദേ വിൽ കറക്റ്റ് എവറിത്തിങ്. നൗ ലൈഫിൽ നിങ്ങൾ സ്ട്രഗിൾ ചെയ്യുന്നതിന്റെ റീസൺ ആ അമ്മ അങ്ങനെ കറക്റ്റ് ചെയ്തുകൊണ്ടാണ്, ആ അച്ഛൻ അങ്ങനെ കറക്റ്റ് ചെയ്തതുകൊണ്ടാണ്. ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. പട്ടാള ചിട്ടയുള്ള ഫാമിലി സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. അങ്ങനെ ലൈഫിൽ എന്താ സംഭവിച്ചാൽ, നമ്മൾ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോൾ നമുക്ക് എപ്പോഴും എന്ത് വരുന്നു, ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ, കറക്ഷൻസ് മാത്രം കേൾക്കുമ്പോൾ നമുക്ക് വല്ലാണ്ട് പെയിന് വരും. നമ്മൾ ഓക്കെ അല്ല, നമ്മൾ ശരിയല്ല, എനിക്ക് എന്തോ പ്രശ്നമുണ്ട് എന്ന ഒരു ചിന്ത നമ്മളിലേക്ക് വരികയാണ്. ശരിയാണ് ഞാൻ പറയുന്നത്? നമ്മൾ പോരാ എന്നൊരു ചിന്ത നമുക്ക് വരികയാണ്. ഈ നമ്മൾ പോരാ, എനിക്കെന്തോ പ്രശ്നമുണ്ട്, ഞാൻ കറക്റ്റ് അല്ല, ഈ ചിന്തകളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, വലിയ പ്രശ്നത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നത്. നമ്മളിലുള്ള പോരായ്മകൾ നമുക്ക് നമ്മളെ അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, നമുക്ക് നമ്മളെ അങ്ങോട്ട് മനസ്സിലാക്കാൻ പറ്റും, നമുക്ക് നമ്മളെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല.
മനസ്സിലാകുന്നുണ്ടോ? നമുക്ക് നമ്മളോട് വെറുപ്പ് വരികയാണ്. അവര് നമ്മളെ മാതാപിതാക്കള് അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ മക്കളോട് വല്ലാണ്ട് കുറ്റപ്പെടുത്തി കഴിഞ്ഞാൽ അല്ലെങ്കിൽ വല്ലാണ്ട് ഉപദേശിച്ചു കഴിഞ്ഞാൽ അവര് നമ്മളെ അല്ല വെറുക്കുക, അവരെയാണ് വെറുക്കുക. നമ്മുടെ മാതാപിതാക്കൾ നമ്മളെ വല്ലാണ്ട് കുറ്റപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മാതാപിതാക്കളെ വെറുക്കില്ല. വെറുക്കുന്നുണ്ടോ? ഇല്ലല്ലോ. വെറുക്കുന്നുണ്ടോ? നമ്മൾ നമ്മളെയല്ലേ വെറുക്കുന്നത്? യെസ് ഓർ നോ? അവരോട് നമുക്ക് എന്താ വെച്ചാല് ഇപ്പോഴും സ്നേഹമുണ്ട്. അച്ഛനാണ്, അമ്മയാണ്, കുറെ നല്ല കാര്യങ്ങൾ ചെയ്തു തന്നിട്ടുണ്ട്, നമ്മളത് മൂല്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നാലും ചില കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാവും. എന്നാലും കടുത്ത വെറുപ്പോ സംഗതികളോ നമുക്ക് നമ്മളോടാണ് കൂടുതൽ ഉണ്ടാവുക. ചിലപ്പോൾ അവരോട് ചിലപ്പോൾ വെറുപ്പോ ദേഷ്യമൊക്കെ ഉണ്ടാവും പല കാര്യത്തിലും ചിലപ്പോൾ. പക്ഷെ അതിനെക്കാട്ടിലും കൂടുതൽ ആരോടാണ്? നമുക്ക് നമ്മളോടാണ്. നമുക്ക് നമ്മളെ ഇഷ്ടമില്ലാതായി. അതിനെ പറയുന്ന ആ ഇഷ്ടമില്ലാത്ത അവസ്ഥയാണ് മുറിവ് എന്ന് പറയുന്നത്, ഇമോഷണൽ വോൺസ് എന്ന് പറയുന്നത്. അതാണ് മുറിവ്. നമുക്ക് നമ്മളെ ഇഷ്ടമല്ല, നമുക്ക് നമ്മളെ ഇഷ്ടമല്ലാതാകുമ്പോൾ നമ്മുടെ ചുറ്റിലുമുള്ളതിനെയും ഇഷ്ടമല്ലാതായി തുടങ്ങും. കാരണം നമ്മുടെ ഉള്ളിലുള്ളത് എന്താണോ, നമുക്ക് നമ്മളോട് എന്താണോ, അതാണ് നമുക്ക് പുറത്ത് അനുഭവിക്കാൻ കഴിയുക. അതാണ് നമ്മൾ പുറത്ത് പ്രൊജക്റ്റ് ചെയ്യുക. നമ്മൾ നമ്മളിൽ തെറ്റുകൾ മാത്രം കാണുന്നു. കാരണം നമ്മളെ തെറ്റുകൾ മാത്രം ചൂണ്ടിക്കാണിച്ചു തന്നു. നമുക്ക് നല്ലത് കാണിച്ചു തരാറുണ്ടായിരുന്നു. എൻ്റെ മോൻ അടിപൊളിയായിട്ട് അത് ചെയ്തു, ഇത് ചെയ്തു, ഉഷാറായി, നല്ലത് ചെയ്തു, കാണിച്ചു തരാറുണ്ടായിരുന്നു. ഉണ്ടായിരുന്നു. അതോ ഏറ്റവും കൂടുതൽ കാണിച്ചു തന്നത് നമ്മുടെ പോരായ്മകളായിരുന്നു? നല്ലത് കാണിച്ചു തരാറുണ്ടായിരുന്നോ? പറ. നല്ലത് എപ്പോഴും ഇങ്ങനെ കാണിച്ചു തരാറുണ്ടായിരുന്നു? പറയൂ. യെസ്. ഇല്ല. ഷാബി പറയുന്നു ഇല്ല. നമ്മുടെയൊക്കെ പോരായ്മകളാണ്, നമ്മുടെയൊക്കെ കുറവുകളാണ്, നമ്മളുടെയൊക്കെ പ്രശ്നങ്ങളാണ് എപ്പോഴും കാണിച്ചു തന്നിരുന്നത്. പലപ്പോഴും കാണിച്ചു തന്നിരുന്നത് വെച്ചാൽ നമ്മുടെ പോരായ്മകളാണ്. അങ്ങനെ പോരായ്മകൾ വല്ലാണ്ട് കാണിച്ചു തന്നിട്ടുള്ള കാരണം നോർമലി അങ്ങനെയാണ് മനുഷ്യൻ. തെറ്റുകളാണ് പെട്ടെന്ന്. കാരണം അവര് പഠിച്ചത് അതായിരുന്നു. അവരുടെ മാതാപിതാക്കള് അവര് വികൃതി കാണിച്ചപ്പോ, ചെറുപ്പത്തിൽ ഓരോന്ന് ചെയ്തപ്പോ അവരെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ച രീതിയാണ്. ഇതേ രീതി തന്നെ നമ്മളോടും കാണിച്ചു. ഇതേ രീതി തന്നെ അവർക്കതേ അറിയുള്ളൂ. അവർക്കും പ്രൊജക്ട് ചെയ്യാനേ അറിയുള്ളൂ. അപ്പൊ നമ്മൾ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് നമ്മളൊരു പ്രൊജക്ടർ പോലെയാണ്. പ്രൊജക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊജക്ടർ അറിയാമല്ലോ അല്ലെ? ലാപ്ടോപ്പിൽ കണക്ട് ചെയ്ത ലാപ്ടോപ്പിൽ എന്താണോ ഉള്ളത് അതാണ് കാണിക്കുക. ആ പ്രൊജക്ടറിലേക്ക് എന്താണോ ഉള്ളത് ലാപ്ടോപ്പിൽ നിന്ന് കൊടുത്തിട്ടുള്ളത് ആ പ്രൊജക്ടറിൽ സ്ക്രീനിൽ നിന്ന് കാണിക്കുക. അവിടെ ഇപ്പോൾ പുറത്ത് കാണുന്നത് പ്രൊജക്ടറിൽ എന്താണോ ഉള്ളത് അതാണ് പ്രൊജക്ടർ കാണിക്കുക. എന്നപോലെ നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതാണ് നമുക്ക് പുറത്ത് കാണിക്കാൻ കഴിയുള്ളൂ, പുറത്ത് കാണുകയുള്ളൂ. നമ്മൾ മറ്റുള്ളവരുടെ കുറ്റങ്ങളെ കണ്ടെത്തുന്നത് നമ്മളീ കുറ്റങ്ങൾ കണ്ടെത്തി നമ്മുടെ കുറ്റങ്ങൾ മാത്രം കാണുന്ന കണ്ട് 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 അതിൽ നമ്മൾ എക്സ്പേർട്ടായി. അപ്പോൾ നമ്മൾ നോക്കുമ്പോൾ നമ്മൾ കാണുക നമ്മുടെ കുറ്റങ്ങൾ മാത്രമാണ്. ഒരു എഞ്ചിനീയർ ദുബൈയിലേക്ക് പോയി. അദ്ദേഹം അവിടെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കാണുന്നത് എന്തായിരിക്കും? അവിടെയുള്ള ബിൽഡിങ്ങുകൾ, അതിന്റെ എഞ്ചിനീയറിംഗ് വർക്ക് എങ്ങനെയാണ്, കാര്യങ്ങൾ. ഒരു പ്ലംബർ അങ്ങോട്ട് പോയി, അയാൾ പോയി കഴിഞ്ഞാൽ അയാൾ എന്തായിരിക്കും കാണുക? അയാൾ അവിടെ എങ്ങനെയാണ് പ്ലംബിങ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ. ഒരു ആർട്ടിസ്റ്റ് അവിടെ പോയി, അയാളെ എന്തായാലും കാണുന്നത് അവിടെയുള്ള മറ്റുള്ള നല്ല ഭംഗിയുള്ള ആർട്ടായിട്ടുള്ള സംഗതികൾ എന്തൊക്കെയാണ് കാണുന്നത്, അതായിരിക്കും അദ്ദേഹം കാണുന്നത്. കാരണം അയാളുടെ ഉള്ളിലുള്ളത് അതാണ്. അയാൾ ഇത്രയും കാലം ശീലിച്ചത് അതാണ്. ഒരു ട്രെയിനർ അങ്ങോട്ട് പോയി, അയാൾ എന്താ ചിന്തിക്കുക? ഇവിടെയുള്ള ആൾക്കാർ എത്രത്തോളം മാറി, അവരുടെ മൈൻഡ് സെറ്റ് എന്താണ്, അവരുടെ സ്കിൽ സെറ്റ് എന്താണ്, അവരെങ്ങനെ വിജയിച്ചു, ഈ വിജയത്തിനെ കുറിച്ചുള്ള രീതിയിലുള്ള ഒരു ദുബായിയാണ് അയാൾ കാണുന്നത്. കാരണം അയാളുടെ ഉള്ളിൽ നമ്മുടെ ഉള്ളിൽ പലപ്പോഴും ഉള്ളത് പ്രശ്നങ്ങളാണ്, 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 പ്രശ്നങ്ങളാണ്. നീ പോരാ, 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 നീ ഒന്നിനും പോരാ, നീ ഒന്നിനും പോരാ. അപ്പൊ ഭർത്താവിനെ നോക്കിയിട്ട് പറയും നീ പോരാ, നീ പോരാ, നീ പോരാ, നീ പോരാ. ഭാര്യയെ നോക്കിയിട്ട് പറയും നീ പോരാ, നീ പോരാ, നീ പോരാ, നീ പോരാ. മക്കളെ നോക്കിയിട്ട് നീ പോരാ, നീ പോരാ, നീ പോരാ. വ്യക്തികളെ നോക്കിയിട്ട് നീ പോരാ. അവരുടെ കുറ്റങ്ങൾ, അയൽപ്പക്കാരുടെ കുറ്റങ്ങൾ, ഫ്രണ്ട്സിന്റെ കുറ്റങ്ങൾ. എങ്ങനെയാണ് മനസ്സിലായി ഇപ്പം നിങ്ങളിൽ ഈ ക്യാരക്ടർ വന്നത്? ഹലോ? മനസ്സിലായോ? സോ നമ്മൾ എന്താണോ ശീലിച്ചത് അതാണ് നമ്മുടെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. സോ നമ്മുടെ വോൺസ് ആണ്. അപ്പൊ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മളിലും നമ്മുടെ ലൈഫിൽ ഇപ്പോഴും നമ്മുടെ നെഗറ്റീവിലേക്കാണ് നോക്കുന്നത്, പോസിറ്റീവിലേക്ക് നോക്കുന്ന കുറവാണ്. സോ വി ഹാവ് ടു ചേഞ്ച്. നിങ്ങൾക്ക് ഇത് പറഞ്ഞപ്പോൾ ഒരു ബൾബോൺ മനസ്സിലായോ? ഒരു ഒരു ഓക്കെ, ഇങ്ങനെയാണല്ലേ? ആഹാ.
ഒരു വല്ലാത്ത അവസ്ഥ. സോ മൈൻഡ് ബ്ലോയിങ് എക്സ്പീരിയൻസ് ആയിട്ട്, മൈൻഡ് ബ്ലോൺ ആയിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, ഈ ഒരു ഡയലോഗ് കേട്ടപ്പോൾ, ഒരു സംഗതി കേട്ടപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ, ജസ്റ്റ് കമന്റ് ഡൗൺ മൈൻഡ് ബ്ലോൺ എന്നുള്ളതിന് MB എന്ന് കമന്റ് ചെയ്യുക. ജസ്റ്റ് കമന്റ് ഡൗൺ MB. അപ്പോ പറഞ്ഞു വന്ന എന്താണ്, നമ്മുടെ വോൺസ്, നമ്മളല്ല തെറ്റുകാർ, നമ്മളിലേക്ക് ഇതെല്ലാം ഇട്ട് തന്നതാണ്. അപ്പൊ നമ്മൾ ഇനി സ്വയം ബ്ലെയിം ചെയ്ത് നിർത്തുക. ഈ അബാൻഡൻമെന്റും ഈ സംഗതികളും ഈ കുറ്റപ്പെടുത്തലും ഈ കാര്യങ്ങളൊക്കെ എന്താ വെച്ചാൽ അതെന്ത് ചെയ്യും, ഇമോഷണൽ ട്രിഗേഴ്സ് ആയിട്ട് മാറും. ട്രിഗേഴ്സിനെ ക്രിയേറ്റ് ചെയ്യും. അതെന്താണ് ട്രിഗേഴ്സ്? ആങ്സൈറ്റി, ഡിപ്രഷൻ, ലോ സെൽഫ് എസ്റ്റീം, അങ്ങനെയുള്ള രീതിയിലേക്ക് അത് മാറും. ഇതേ കാരണം നമുക്ക് എന്താ വെച്ചാൽ ട്രിഗേഴ്സ് ആയിട്ട് മാറുന്നു. ഇത് നമ്മുടെ ഉള്ളിൽ കിടക്കുകയാണ്. ഇതവിടെ കിടക്കുന്നത് കൊണ്ട്, ഇതാണ് ട്രിഗേഴ്സ്. ഇതവിടെ കിടക്കുന്നത്, ഇതവിടെ ഉള്ളിൽ കിടക്കുക. ഇത് ഹീൽ ചെയ്ത് കളഞ്ഞിട്ടില്ല. ഈ ഈ എന്താ പറയുക, ചതി, അവഗണന, കുറ്റപ്പെടുത്തൽ, ഒറ്റപ്പെടുത്തൽ, നിരസിക്കൽ, ഇങ്ങനെയുള്ള ചെറുപ്പകാലത്ത് നമ്മൾ അനുഭവിച്ചിട്ടുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് എന്തായി മാറി? അത് അവഗണന, അതെല്ലാം ട്രിഗേഴ്സ് ആയിട്ട് മാറി. ഇനി എപ്പോ ആ തോന്നൽ, ആ ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു, നെഗ്ലക്ട്, ഞാൻ ഒറ്റപ്പെട്ടു എന്ന് തോന്നുന്ന ഒരു ഫീലിംഗ് ഉണ്ടാകുന്നു, അപ്പോഴൊക്കെ നമുക്കൊരു ട്രിഗർ വരും. ആ ട്രിഗർ വന്നിട്ട് ഒന്നുകിൽ അത് എന്തിലേക്ക് പോകും, നമുക്കൊരു സ്ട്രെസ്സിലേക്ക് പോകും, ആങ്സൈറ്റിയിലേക്ക് പോകും, ഡിപ്രഷനിലേക്ക് പോകും, ലോ സെൽഫ് വർത്തിലേക്ക്, നമുക്ക് വല്ലാണ്ട് നമ്മളെ കുറിച്ച് മോശമായിട്ട് തോന്നുന്ന ഒരു ഫീലിംഗിലേക്ക് പോകും. നമ്മളൊന്ന് ഡൗൺ ആയി പോകും. നേരെ ട്രിഗർ ചെയ്തു. ആ ഇമോഷൻ ട്രിഗർ ചെയ്തു. ഈ ഇമോഷൻ ട്രിഗർ ചെയ്യുന്നതോട് കൂടിയിട്ട് അടുത്ത എന്താണ്, അതിൽ നിന്ന് ഒരു കോപ്പിംഗ് മെക്കാനിസത്തിലേക്ക് പോകും. കാരണം ഈ ഇമോഷൻസ് വന്നു കഴിഞ്ഞാൽ, അതായത് ഞാൻ പോരാ, അല്ലെങ്കിൽ ഒരു പേടി, ഒരു ആങ്സൈറ്റി, ഒരു സ്ട്രെസ്, ഒരു ഡൗൺ ആയിട്ടുള്ള അവസ്ഥ, അല്ലെങ്കിൽ ഒരു ബോറടിക്കുന്ന പോലെ, ഒരു സുഖമില്ല എന്നൊരവസ്ഥ വന്ന ഉടനെ അടുത്തതാണ് കോപ്പിംഗ് മെക്കാനിസം. കോപ്പിംഗ് മെക്കാനിസം എന്താണ്? ഇനി ആ ഒരു വിഷമത്തിൽ നിന്ന് രക്ഷപ്പെടണം. ആ രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ദുശ്ശീലത്തിലേക്ക് പോകും. സുഖം കിട്ടുന്ന എന്തെങ്കിലും രസമുള്ള പരിപാടി, പെട്ടെന്ന് സുഖം കിട്ടുന്ന പരിപാടികളായിട്ടുള്ള എന്തെങ്കിലും, അത് ഡ്രിങ്കിങ് ആവാം, മദ്യം കഴിക്കുന്നതാവാം, പെട്ടെന്ന് സുഖം കിട്ടും. അത് സ്മോക്കിംഗ് ആവാം, സോഷ്യൽ മീഡിയയിൽ ഫോൺ എടുത്ത് ചെക്ക് ചെയ്യുന്നതാവാം, സോഷ്യൽ മീഡിയ അഡിക്ഷൻ. അതല്ലെങ്കിൽ TV കാണുന്നതായിരിക്കാം, സിനിമ കാണുന്നതായിരിക്കാം, ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം. ആ ടെൻഷൻ ഒന്ന് മറികടക്കണം. ആൻഡ് ദെൻ യു ഗെറ്റ് ഇൻ ടു, ചില ആൾക്കാരെന്ന് വെച്ചാൽ കൂടുതൽ വർക്ക് ചെയ്യുന്നതിലേക്ക്. കാര്യം വെറുതെ ഇരുന്ന് കഴിഞ്ഞാൽ അവർക്ക് ടെൻഷനാണ്. എനിക്ക് വെറുതെ ഇരിക്കാൻ, ചില ആൾക്കാർ പറയും, നല്ല കാര്യം പറയാം, എനിക്ക് വെറുതെ ഇരിക്കാനെങ്കിൽ പറ്റില്ല, കാരണം എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കണം. അവരുടെ വിചാരം ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റിയാണ്. അത് വർക്കാഹോളിക് എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആൽക്കഹോളിക് എന്ന് പറഞ്ഞ മാതിരി, മദ്യത്തിന് അഡിക്റ്റ് ആവുന്ന പോലെ തന്നെ ഉണ്ട് ജോലിക്ക് അഡിക്റ്റ് ആവുന്നത്. അവർ വർക്കിൽ അടിപൊളിയായിരിക്കും, പക്ഷെ അവരുടെ ഇമോഷൻസ്, അവരുടെ ഫാമിലി റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതിന് കാരണം ഒരു വർക്കാഹോളിക് ആയതുകൊണ്ടാണ്. അപ്പൊ അതും ഒരു ഒളിച്ചോട്ടമാണ്. പലരും ഇങ്ങനെ എപ്പോഴും എന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടേയിരിക്കാം. ഒന്ന് അടങ്ങി ഇരിക്കാൻ കഴിയില്ല, ഒന്ന് സമാധാനത്തിൽ ഇരിക്കാൻ കഴിയില്ല. സമാധാനത്തിലിരുന്ന് ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്ത് ഫാമിലിയുടെ കൂടെ പ്രസൻസിൽ ഇരിക്കാൻ പലർക്കും കഴിയില്ല. എന്താ കാര്യം? ഈ ഇമോഷണൽ ട്രിഗേഴ്സ് ആയിട്ടുള്ള സംഗതിയിൽ നിന്ന് ഒളിച്ചുവിടും. അങ്ങനെ ചില ആൾക്കാർ ഹൈപ്പർ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തും. ഹൈപ്പർ ഇൻഡിപെൻഡൻസ് അവസ്ഥ. എന്താ ഹൈപ്പർ ഇൻഡിപെൻഡൻസ്? എനിക്ക് ഞാനേ ഉള്ളൂ. ഒറ്റപ്പെട്ട ആൾക്കാരുണ്ട്, അബാൻഡൻമെന്റ് കിട്ടിയ ആൾക്കാർ എപ്പോഴും നിൽക്കുന്ന സാധനമാണ് ഹൈപ്പർ ഇൻഡിപെൻഡൻസ്. എനിക്ക് ഞാനേ ഉള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ ഈ ഒരു കോപ്പിംഗ് മെക്കാനിസം ഉണ്ട്. കോപ്പിംഗ് മെക്കാനിസം ഡെവലപ്പ് ചെയ്യുന്നതിന്റെ മുൻപുള്ള ഒരു സാധനമുണ്ട്, ട്രോമ റെസ്പോൺസ് എന്ന് പറയും. അതായത് ട്രിഗർ ചെയ്ത ഉടനെ തന്നെ അതിനോടൊന്ന് റെസ്പോണ്ട് ചെയ്യുന്ന രീതിയിൽ നമ്മൾ ഒന്നുകിൽ നമ്മൾ ഒളിച്ചോടും, അല്ലെങ്കിൽ നമ്മൾ ഫൈറ്റ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ ഫ്രീസ് ആകും, അതല്ലെങ്കിൽ നമ്മൾ ഫോൺ എന്ന് പറയും. 4 കാറ്റഗറിയാണ് ഈ ഒരു അവസ്ഥയിലൂടെ കടന്നത്. നിങ്ങൾ നമ്മളുടെ ഇന്റൻസീവ്, നമ്മുടെ ഈ ഒരു ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡെപ്തിൽ നമ്മൾ എന്ത് ചെയ്യണം, പഠിക്കണം. അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നമ്മുടെ ട്രോമ ഹീലിംഗ് വർക്ക്ഷോപ്പ് ആയിട്ടുള്ള EFT ലൈഫ് മാസ്റ്ററി പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാം. 40 days പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാം. ഇതിൽ 10 days നിങ്ങൾക്ക് എന്ത് ചെയ്യും, 10 to 12 days നിങ്ങൾക്ക് എന്ത് ചെയ്യും, ക്ലാസ്സസ് ഉണ്ടാവും സൂമിൽ. അത് കഴിഞ്ഞതിന് ശേഷം ഇന്റൻസീവ് ആയിട്ടുള്ള
ഹീലിങ്ങും തെറാപ്പിയും കാര്യങ്ങളൊക്കെ ആയിട്ട് 1-to-1 ഹീലിംഗ് ഒക്കെ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിൽ പഠിച്ചെടുക്കാം. സോ അതിൽ ഈ ഒരു ട്രോമ റെസ്പോൺസ് വ്യക്തമായിട്ട് പറയുന്നു. സോ നമ്മൾ പറഞ്ഞു വന്നതൊക്കെയാണ്. ഏതൊക്കെ വേർഡ്സ് അവിടെ ഞാൻ പറഞ്ഞത്? ഒന്ന് ട്രോമ. ഓക്കെ, എങ്ങനെയാണ് നമുക്ക് ട്രോമ ഇമ്പാക്ട് ചെയ്യുന്നത് എന്നുള്ളത്. ഏതെങ്കിലും ഒരു പെയിൻഫുൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാകുന്നു, അത് നമ്മളെ ബാധിക്കുന്നു. രണ്ടാമത് അതിൽ നിന്ന്, അതായത് എന്തൊക്കെയാണത്? അതെന്തായിരിക്കാം? ഒന്ന് ഇമോഷണൽ പെയിൻഫുൾ എക്സ്പീരിയൻസ് ആണത്. അത് എന്തുകൂടെയാണ്? ഇമോഷണൽ വൗണ്ട്സ് എന്നറിയപ്പെടുന്നു. എന്താണ് ഇമോഷണൽ വൗണ്ട്സ്? എന്തൊക്കെയാണ് ഇമോഷണൽ വൗണ്ട്സ് ഉള്ളത്? ഒന്ന് കമന്റ് ചെയ്യാവോ? എഴുതി വെച്ചോ. ഇമോഷണൽ വൗണ്ട്സ് എന്തൊക്കെയാ ഉള്ളത്? ഏതൊക്കെയാ? അബാൻഡൻമെന്റ്, ക്രിറ്റിസിസം, റിജക്ഷൻ, പരിഹസിക്കല്, കുറ്റപ്പെടുത്തല്, അല്ലേ? നമ്മളെ കുറ്റപ്പെടുത്തുക, ക്രിറ്റിസിസം, പരിഹസിക്കൽ, ചതിക്കൽ, അവഗണന, റിജക്ഷൻ, ഇതെല്ലാം പരിഹാസം വരെ വരും. റെഡിക്യൂള് ചെയ്യുന്നു, പരിഹസിക്കുന്നത്, കളിയാക്കുന്നത്. ഹീലിംഗ് ബിഗിൻസ് വെൻ വി ബിക്കേം അവെയർ ഓഫ് അവർ പെയിൻ ഇൻസ്റ്റെഡ് ഓഫ് അവോയ്ഡിങ് ഇറ്റ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഹീലിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നത് നമ്മൾ നമ്മുടെ പെയിനിനെ അവെയർ ആവണം. ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ എനിക്കുണ്ട് എന്നുള്ളത് നമ്മൾ അവെയർ ആവണം. അത് നമ്മൾ അവെയർ ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹീൽ ചെയ്യാൻ പറ്റും. മനസ്സിലാവുണ്ടോ? അപ്പൊ നമ്മൾ ശരിക്കും മനസ്സിലാക്കേണ്ടത്, നമ്മളുടെ ലൈഫിൽ ആ ഹീലിംഗ് എവറിഡേ ലൈഫിലേക്ക് നമ്മൾ ബാധിക്കും. ആ ബാധിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമുക്ക് കറക്റ്റ് ആയിട്ട് ചെയ്യണം. അതെങ്ങനെയാണ് ബാധിക്കുക? അത് ഏതൊക്കെ രീതിയിൽ നമ്മൾ ബാധിക്കും എന്ന് നമ്മൾ തിരിച്ചറിയുകയും എന്നിട്ട് അതിനു വേണ്ടി എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ എന്ത് ചെയ്യണം? മനസ്സിലാക്കണം. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരിഹാരം കണ്ടെത്താൻ പറ്റും. ഒരു എക്സാമ്പിൾ പറയാം. എങ്ങനെയൊക്കെയാണ് നമ്മുടെ ഡെയിലി ലൈഫിൽ സംഗതികൾ ബാധിക്കുന്നത് നമുക്ക് നോക്കാം. നമുക്ക് ബാധിക്കുന്നത് മെന്റൽ ഹെൽത്ത് ബ്രേക്ക് ഡൗൺ ആവും. നമ്മുടെ ആരോഗ്യാവസ്ഥ, വല്ലാണ്ട് ദേഷ്യം നമ്മുടെ ഉള്ളിൽ കൊണ്ട് നടക്കുകയാണ്. നമുക്ക് ഈ പെയിനും ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടായി നമുക്ക് ദേഷ്യം ഉണ്ടാവില്ലേ? ദേഷ്യം ഉണ്ടാവും. നമ്മളോട് ദേഷ്യം ഉണ്ടാവും, മറ്റുള്ളവരോട് ദേഷ്യം ഉണ്ടാവും, അവസ്ഥകളോട് ദേഷ്യം ഉണ്ടാവും. അത് നമ്മളിൽ ഹീൽ ചെയ്തിട്ടില്ല എന്ന് വെച്ചോളൂ. അല്ലെങ്കിൽ നമുക്ക് ഗ്രീഫ്, നഷ്ടബോധമുണ്ട്, കുറ്റബോധം. നമ്മൾ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്കൊരു ലോസ് സംഭവിച്ചിട്ടുണ്ട് എങ്കിൽ നമുക്ക് ഗ്രീഫ് ഉണ്ടാവും. നമ്മുടെ ഫാമിലിയിൽ ആരെങ്കിലും നഷ്ടപ്പെടും. ചില ആൾക്കാരെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ചില ഫാമിലിയിൽ അച്ഛൻ മരിച്ചതിന് ശേഷം അവർക്ക് വല്ലാത്ത മാനസികാവസ്ഥ ഡൗൺ ആയി പോയിട്ടുണ്ടാവും. അത് ആങ്സൈറ്റി കൂടിയിട്ടുണ്ടാവും. ഇനി ഞാൻ എങ്ങനെ ജീവിക്കുക, എനിക്ക് ആരുമില്ലല്ലോ. കാരണം അത്രയ്ക്കും അച്ഛനായിട്ട് ഇമോഷണലി കണക്റ്റഡ് ആയിരിക്കാം. ആ അച്ഛനെ നഷ്ടപ്പെടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്ത് സംഭവിക്കും? അത് വല്ലാണ്ട് അവർക്ക് എന്ത് ചെയ്യും? ഷോക്കായിട്ട് മാറും. ചില ഫാമിലിയിൽ പറയാറുണ്ട്, അച്ഛനായിട്ടോ നമ്മൾ അമ്മയായിട്ടൊക്കെ നമ്മൾ ഓവർ അറ്റാച്ച്മെന്റ് പാടില്ല, എപ്പോൾ വേണമെങ്കിലും എന്ത് സംഭവിക്കാം. അപ്പൊ അത് അവരെ വല്ലാണ്ട് ബാധിക്കാൻ പാടില്ല. അപ്പൊ അച്ഛന്, അമ്മ, ഇങ്ങനെയൊക്കെ ഇവരെയൊക്കെ നഷ്ടപ്പെട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവരത് വല്ലാണ്ട് മെന്റലി ബാധിക്കും. അപ്പൊ അത് ചിലർക്ക് ബുദ്ധിമുട്ടുണ്ടാകും. ചിലർക്ക് ഗിൽറ്റ് ഉണ്ടാകും, കുറ്റബോധം. ഒരുപാട് ഞാൻ തെറ്റ് ചെയ്തല്ലോ. ചിലർക്ക് എന്താ വെച്ചാൽ സ്വന്തത്തോട് ഷെയിം ഉണ്ടാകും. അതിങ്ങനെ വർദ്ധിച്ച് വന്നു കഴിഞ്ഞാൽ ആ ഒരു ഇമോഷണൽ പ്രഷർ ബിൽഡ് ആവും നമ്മുടെ ശരീരത്തിൽ. അങ്ങനെ ബിൽഡ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ആങ്സൈറ്റി ആയിട്ട് മാറും, ഡിപ്രഷൻ ആയിട്ട് മാറും, ഓവർ തിങ്കിങ്ങിലേക്ക് പോകും. ആൻഡ് ഇമോഷണൽ നംബ്നെസ്, നമുക്ക് ഇമോഷൻസ് ഫീൽ ചെയ്യാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് നമ്മളത് ആങ്സൈറ്റിയിലേക്ക് എത്തിക്കും, ഡിപ്രഷനിലേക്ക് എത്തിക്കും, ഓവർ തിങ്കിങ്ങിലേക്ക് എത്തിക്കും, ഇമോഷൻസ് ഫീൽ ചെയ്യാൻ കഴിയാത്ത ഇമോഷണൽ നംബ്നെസ്സിലേക്ക് എത്തിക്കും. പല ആൾക്കാർക്കും പലതൊന്നും ചിരിച്ചിട്ട് എത്ര കാലമായി, ഒന്ന് മനസ്സറിഞ്ഞ് ചിരിച്ചിട്ട്, മനസ്സറിഞ്ഞ് സന്തോഷിച്ചിട്ട്. കാരണം ഇത് കടന്ന് ഉള്ളിലേക്ക് കൂടി വന്നിരിക്കുകയാണ്. സോ യു മേ ഫീൽ സ്റ്റക്ക്, ലോസ്റ്റ്, ഡിസ്കണക്ട് വിത്തൗട്ട് നോയിങ് വൈ. നിങ്ങൾക്ക് ഫീൽ ചെയ്യും, എന്താണെന്നറിയില്ല, മൊത്തത്തിൽ ഒരു സ്റ്റക്കായ പോലെ, എല്ലാം നഷ്ടപ്പെട്ടതുപോലെ, എല്ലാം ലോസ്റ്റ് ആയ പോലെ, എവിടെയോ എനിക്കൊരു വഴി അറിയാതെ ഇങ്ങനെ കറങ്ങി നടക്കുന്ന പോലെ, വഴി തെറ്റിയ പോലെ, അല്ലെങ്കിൽ കണക്റ്റഡ് ആണ്, എല്ലാവരും ഉണ്ടെങ്കിലും നമുക്കൊരു കണക്ഷൻ ഫീൽ ചെയ്യുന്നില്ല. നമ്മളെന്തോ എവിടെയും ചെല്ലുമ്പോൾ നമുക്ക് അവിടെ വി ഡോണ്ട് ഫീൽ ബിലോങ്. നമ്മൾ അവിടെ എന്താ വെച്ചാൽ അവിടെ സ്വീകരിക്കപ്പെടുന്നില്ല.
ആൾക്കൂട്ടത്തിൽ തനിയെ എന്ന് പറയുന്ന ഒരു ഒറ്റപ്പെട്ട അവസ്ഥ. നമുക്ക് അറിയില്ല എന്തുകൊണ്ടാണ് അത് ഫീൽ ചെയ്യുന്നത്. ഇതാണ് ബോഡി പ്രതികരിക്കുക. കാരണം കാലങ്ങളായി ദേഷ്യം, കാലങ്ങളായിട്ട് നഷ്ടബോധം, കാലങ്ങളായിട്ട് കുറ്റബോധം, കാലങ്ങളായിട്ട് സ്വന്തത്തോട് വെറുപ്പ് അല്ലെങ്കിൽ നാണക്കേട്, മാനക്കേട് ഉള്ളിൽ കൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഇത് എവിടെ നിന്നുണ്ടാകുന്നതാണ്? പണ്ട് നമ്മളെ ഒറ്റപ്പെടുത്തി അല്ലെങ്കിൽ കുറ്റപ്പെടുത്തി പരിഹസിച്ച് നമുക്ക് നഷ്ടമുണ്ടായി, നമ്മളെ ഇഷ്ടപ്പെട്ട ഒരാൾ നമുക്ക് മരണപ്പെട്ടു, അങ്ങനെയുള്ള എന്തെങ്കിലും സംഭവങ്ങൾ സംഭവിച്ചതിന്റെ പുറത്ത് നമുക്ക് ഇത് ഒരുപാട് കാലങ്ങൾ ഇത് ഹീൽ ചെയ്യാതെ അതിങ്ങനെ അതിന് മുകളിൽ വീണ്ടും ചിന്തിച്ച് വിഷമിച്ച് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് ഒരുപാട് തവണ പരാജയങ്ങൾ നേരിട്ടു, ബുദ്ധിമുട്ടുകൾ നേരിട്ടു, ലൈക്കിനോ പരിഹസിക്കപ്പെടുന്നത് നേരിട്ടു, കുറ്റപ്പെടുത്തൽ നേരിട്ടു. ലൈഫിൽ അത് മാത്രം ഉണ്ടായിരുന്നത്, ആരും എന്നെ മനസ്സിലാക്കില്ല. ഇത് അവസാനം എന്തായി മാറും? ആങ്സൈറ്റിയിലേക്ക് മാറും. ഉത്കണ്ഠ. എവിടുന്നാന്നറിയില്ല പേടി വരുന്നത്. അപ്പൊ നിങ്ങളുടെ പേടിയുടെ കാര്യം എന്താണ്? എവിടുന്നാണ് ഈ പേടി വരുന്നത്? ഇത്രയും കാലം നിങ്ങൾ അനുഭവിച്ചിട്ടുള്ള സംഗതിയിൽ നിന്നാണ്. നിങ്ങൾക്ക് ഡിപ്രഷൻ വരുന്നു. എവിടുന്നാണ് ഡിപ്രഷൻ വരുന്നത്? ഈ പറഞ്ഞിരിക്കുന്ന ദേഷ്യം, വെറുപ്പ്, വിദ്വേഷം, പക, കുറ്റബോധം, നാണക്കേട്, കാര്യങ്ങൾ ഇതെല്ലാം മനസ്സിനുള്ളിൽ കൊണ്ടുനടക്കുന്നുണ്ട്. ഓവർ തിങ്കിങ് വരുന്നു. ഇതൊക്കെ അവിടുന്ന് വരുന്നതാണ്. ഇതെങ്ങനെ അടുത്തൊരു സ്റ്റേജ് ഉണ്ട്. ഇതിലേക്ക് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നത് ഫിസിക്കൽ ഇൽനെസ് ആൻഡ് ക്രോണിക് പെയിൻ. ബോഡിക്ക്, ശരീരത്തിനും മനസ്സിനും കണക്റ്റഡ് ആണ്. വെൻ ഇമോഷൻസ് സ്റ്റേ അൺപ്രോസസ്ഡ്, നമ്മൾ ആ ഇമോഷൻസിനെ പ്രോസസ്സ് ചെയ്യാതെ, ഹീൽ ചെയ്യാതെ, ക്ലിയർ ചെയ്യാതെ അത് ശരീരത്തിൽ അവിടെ തന്നെ കിടക്കുകയാണ്. ഇതെല്ലാം അനുഭവിച്ച ശരീരമുണ്ട്, ആ ശരീരത്തിൽ അവിടെ കിടക്കുകയാണ്. ഇതെല്ലാം സ്ട്രെസ്സും ശരീരം എന്ത് ചെയ്യണം? അബ്സോർബ് ചെയ്യാണ്. സ്പോഞ്ച് വെള്ളം വലിച്ചെടുക്കുന്ന പോലെ കംപ്ലീറ്റ്ലി നമ്മുടെ ഉള്ളിലേക്ക് വലിച്ചെടുത്ത് അവിടെ വെച്ചിരിക്കുകയാണ്. എവിടേക്കും പോയിട്ടില്ല. കാരണം ഉള്ളിൽ അനുഭവിച്ചതെല്ലാം അവിടെ കിടക്കുന്നുണ്ട്. എവിടെയൊക്കെ പോയത് എവിടേക്കും പോയിട്ടില്ല, എവിടെയൊക്കെ കളഞ്ഞിട്ടില്ല. അതെല്ലാം ബോഡിയിൽ കിടക്കുകയാണ്. ഇതെന്തായി മാറും? തലവേദനയായി മാറും, മൈഗ്രെയിൻ ആയിട്ട് മാറും, ഓക്കെ, ഫറ്റീഗ് ആയിട്ട് മാറും. അതായത് ലോ എനർജി, ഒന്നിനും ഒരു താല്പര്യമില്ല, ഒന്നിനോടും ഇൻട്രസ്റ്റ് ഇല്ല, ഭക്ഷണം കഴിക്കാൻ താല്പര്യമില്ല, ലോ എനർജിയിലേക്ക് പോകും. നമ്മളിങ്ങനെ ടയേർഡ് ആകും ഇടക്കിടക്ക്. ഡൈജസ്റ്റീവ് ഇഷ്യൂസ്, നമ്മളുടെ എന്താ പറയാ, ദഹനത്തിന് പ്രശ്നങ്ങൾ ഉണ്ടാകും. അത് ഫിയർ, ആങ്സൈറ്റി വല്ലാണ്ടുള്ള ആൾക്കാർക്കാണെന്ന് വെച്ചാൽ ദഹനത്തിന് പ്രശ്നം ഉണ്ടാകുക. ദഹനത്തിന് പ്രശ്നം എന്തൊക്കെയാണ്? ഭക്ഷണം കഴിച്ചാൽ ദഹിക്കില്ല, വണ്ണം വെക്കില്ല, അല്ലെങ്കിൽ ഓവറായിട്ട് വണ്ണം വെച്ചു പോകുന്നു, ഓവറായിട്ട് ഫാറ്റ് കൺസ്യൂം ചെയ്യുന്നു. അതേപോലെ തന്നെ എന്താ വെച്ചാൽ ബവൽ സിൻഡ്രോം, ഭക്ഷണം കഴിച്ച ഉടനെ തന്നെ ടോയ്ലറ്റ് പോകേണ്ട പ്രശ്നങ്ങൾ, ഗ്യാസ് ഇഷ്യൂസ്, ഗ്യാസിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവുമല്ലോ, അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഹാർട്ട് പ്രോബ്ലംസ്. മനസ്സിലാവുന്നുണ്ടോ? ഹൃദയത്തിന്റെ പ്രശ്നം. അതിന്റെ കാര്യം എന്താ? എന്തോ ഒരു നഷ്ടബോധമുണ്ട് ഉള്ളിൽ കിടക്കുന്നത്, എന്തോ സ്ട്രെസ്സും അല്ലാണ്ടുണ്ട്. അതിലുള്ളവർക്ക് എന്താ വെച്ചാൽ ഹൃദയത്തിന് പ്രശ്നം ഉണ്ടാവും. ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ്, അതായത് ഓഫൻ കണക്റ്റഡ് വിത്ത് ലോങ് ടേം ഇമോഷണൽ സപ്രഷൻ. വല്ലാണ്ട് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്ന് വെച്ചാൽ പലതരത്തിലുള്ള ശരീരത്തിന്റെ പ്രതിരോധ ശക്തി നഷ്ടപ്പെടുത്തുന്ന അവസ്ഥകൾ, ഇത്തരത്തിലുള്ള രീതിയിലുള്ള സംഗതികൾ നമ്മുടെ ലൈഫിൽ ബാധിക്കും. പിന്നെ എങ്ങനെ ബാധിക്കുന്നത്? മൂന്നാമത്തെ ഒരു ലെവൽ എന്ന് പറയുന്നത് അൺഹെൽത്തി റിയാക്ഷൻസ് ആൻഡ് ട്രിഗേഴ്സ്. അൺഹെൽത്തി റിയാക്ഷൻസ് ആൻഡ് ട്രിഗേഴ്സ് മേക്ക് യു റിയാക്റ്റീവ്. സ്മോൾ തിങ്സ് ഫീൽ ബിഗ്. ചെറിയ പ്രശ്നങ്ങൾ വരെ വലിയ പ്രശ്നങ്ങളായിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? എടുക്കും. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? ഇത്രയും പറയുന്നത് മനസ്സിലാവുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? ഒന്ന് കണക്ട് ആവുന്ന ആൾക്കാരൊന്ന് ജസ്റ്റ് കമന്റ് ആവും. യെസ്, ഒന്ന് കമന്റ് ചെയ്യാം. ഇതാണ് എനിക്ക് സംഭവിച്ചത്, എനിക്ക് എന്താ സംഭവിക്കുന്നത് എന്നുള്ള തിരിച്ചറിയാൻ ഇപ്പൊ ഈ ഒരു സെഷൻ സഹായിക്കുന്നുണ്ടോ? യെസ്. അപ്പോ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ നമുക്ക് പ്രശ്നങ്ങളാണ്. നമ്മളിൽ അധികം ആൾക്കാർക്ക് ഈ രൂപത്തിലുള്ള പ്രശ്നങ്ങൾ. അടുത്തെന്താ? സോ അൺഹീൽഡ് ഇമോഷൻസ് മേക്ക് യു റിയാക്റ്റീവ് ആകും. ചെറിയ കാര്യത്തിന് ഒരു ദേഷ്യം പിടിക്കും, വലിയ രീതിയിൽ ദേഷ്യം വരും. അൺഹെൽത്തി ആയിട്ടുള്ള റിയാക്ഷൻസ് വല്ലാണ്ടെന്ന് വെച്ചാൽ ട്രിഗേർഡ് ആവും. ചെറിയ കാര്യങ്ങൾക്ക് ദേഷ്യം വരിക, വലിയ രീതിയിൽ ദേഷ്യം വരിക, പൊട്ടിത്തെറിക്കുക. എന്താ കാര്യം? ഉള്ളില് അത് ചിലപ്പോ ചെറുപ്പകാലത്ത് ഉണ്ടായതായിരിക്കും കേട്ടോ, അല്ലെങ്കിൽ ചെറുപ്പകാലത്തുള്ളതായിരിക്കില്ല. 80% ചെറുപ്പകാലത്തുള്ളതായിരിക്കാം, പക്ഷെ ചെറുപ്പകാലത്തുള്ളത് മാത്രമായിരിക്കില്ല. ഇപ്പോൾ നിങ്ങളുടെ ഫാമിലിയിൽ, നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ അടുത്ത് നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ബുദ്ധിമുട്ടുകൾ മൂലം, പ്രയാസം മൂലം നിങ്ങൾ അങ്ങനെ ആയി പോയിട്ടുണ്ടോ? ടോക്സിക് റിലേഷൻഷിപ്പിൽ നിന്ന്
അങ്ങനെ ആയിപ്പോയിട്ടുണ്ടാവും. അതിങ്ങനെ കിടന്ന് അനുഭവിച്ച് നിങ്ങൾക്ക് നിങ്ങളിൽ പ്രതീക്ഷ നഷ്ടപ്പെട്ടു, നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടായി. സോ നിങ്ങളിൽ ഈ പറഞ്ഞിരിക്കുന്ന തരത്തിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് സംഗതികൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിലൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവും. സോ സമ്മൺ ക്രിട്ടിസൈസ്, നിങ്ങൾക്കൊന്ന് വെച്ചാൽ ഒരു തരത്തിൽ ചെറിയൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങളൊന്ന് ചെറുതായിട്ടൊന്ന് ഒരാൾ വിമർശിക്കുകയാണ്, നിങ്ങളെ തെറ്റുകൾ ചൂണ്ടിക്കാണിക്കുക. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യുന്നു? ഒന്നുകിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു, വല്ലാണ്ട് അങ്ങ് ഡൗൺ ആവും. അത് പറയുമ്പോഴേക്കും നിങ്ങൾ അങ്ങ് ഡൗൺ ആവും. നിങ്ങളുടെ തെറ്റുകൾ, പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുക, നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്, അങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പറയുമ്പോഴേക്കും നിങ്ങളങ്ങ് പൊട്ടിത്തെറിക്കും ഭയങ്കരമായിട്ട്. ഇന്ന തിരുത്താൻ ആരും വരണ്ട, ഞാൻ എന്റെ കാര്യം ചെയ്തോളാം, എന്റെ കാര്യം ആരും നോക്കണ്ട, അങ്ങനെ എങ്ങനെയാന്നൊക്കെ പറഞ്ഞു യു എക്സ്പ്ലോർ. ഒരാളൊരു കാര്യം പറഞ്ഞു തരുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, പൊട്ടിത്തെറിക്കുന്ന സംഗതികളിലേക്ക് പോകും. അല്ലെങ്കിൽ നിങ്ങൾ ആകെ അങ്ങോട്ടാവണം. ആക്ച്വലി ഈ ഡൗൺ ആവുന്നത് ഇപ്പൊ പറഞ്ഞ കുറ്റപ്പെടുത്തലല്ല. സംഭവിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആ ഒരു ചെറിയൊരു കുറ്റപ്പെടുത്തൽ ചൂണ്ടിക്കാണിക്കൽ കൊണ്ടുപോയിട്ട് കൊണ്ടത് പഴയ മുറിവിലാണ്. ആ മുറിവ് ഹീൽ ചെയ്യാത്തതുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇത്രയും പെയിൻ വന്നത്. മറിച്ച് എന്താ വെച്ചാൽ ആ മുറിവ് ഉണങ്ങിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര പെയിൻ വരില്ല. അത് ക്ലിയർ ആയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്ര പെയിൻ വരില്ല. അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുമായിരുന്നു. ആ പാസ്റ്റ് പെയിൻ ആണ് അവിടെ പ്രശ്നം. പാസ്റ്റിൽ എന്ത് സംഭവിച്ചു, ഇതിനു മുൻപ് എന്ത് സംഭവിച്ചു, ഇപ്പോൾ എന്ത് സംഭവിച്ചു എന്നുള്ളതല്ല. ഇപ്പോൾ ആരും നിങ്ങൾ എന്നെ കുറ്റപ്പെടുത്തി, അവരെന്നെ കുറ്റപ്പെടുത്തി, അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ആയിപ്പോയത് അല്ല. അതുകൊണ്ട് മാത്രമല്ല, അതിനു മുൻപും പല തവണ ചിലപ്പോൾ നിങ്ങൾ പലതും സംസാരിച്ചിട്ട് പല പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. സോ അത് ഹീൽ ചെയ്യാതെ അവിടെ കിടക്കുന്നതുകൊണ്ടാണ്. സോ നെക്സ്റ്റ്, അടുത്ത് നമ്മളെ ബാധിക്കുക പുവർ ഡിസിഷൻ മേക്കിംഗ്. നമ്മുടെ ജീവിതത്തിലെ പുവർ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് പോകും. When emotions are unhealed, fear and insecurity guide your choices. നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇമോഷണൽ മുറിവുകൾ ഹീൽ ചെയ്യപ്പെടാതിരുന്നു കഴിഞ്ഞാൽ നമ്മളെ ഗൈഡ് ചെയ്യുന്നത് ദേഷ്യമായിരിക്കാം, ഇൻസെക്യൂരിറ്റി ആയിരിക്കാം, ഭയമായിരിക്കാം. പലപ്പോഴും ഭയവും ഇൻസെക്യൂരിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സുരക്ഷിതത്വ ബോധമില്ലായ്മ. സുരക്ഷിതത്വം ഫീൽ ചെയ്യുന്നില്ല, നമ്മൾ സേഫ് ആണെന്ന് ഫീൽ ചെയ്യുന്നില്ല, നമ്മൾ പേടിച്ചിട്ടാണ് അവരങ്ങനെ ചിന്തിക്കുക. നമ്മളിങ്ങനെ ജഡ്ജ് ചെയ്യാൻ അവരെന്നെ പറ്റി അങ്ങനെ ചിന്തിക്കും, ഇങ്ങനെ ചിന്തിക്കും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ? അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്, എന്തായിരിക്കും ഇങ്ങനെ പറഞ്ഞത്, അവന്റെ ഉദ്ദേശത്തായിരുന്നു. ഒരു നല്ലൊരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരികയാണ് ഒരാൾ. അപ്പോഴും നിങ്ങളതിൽ ഒരുപാട് സംശയങ്ങൾ കാണും. നിങ്ങളുടെ അടുത്തേക്ക് നല്ലൊരു കോഴ്സുമായിട്ട് വരികയാണ്. അപ്പം നിങ്ങൾ പല ആൾക്കാർ ചിന്തിക്കണം എന്താണെന്ന് അറിയും, ഇത് ഷാഫിക്ക് പൈസ ഉണ്ടാക്കാനാണ്. അത് നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയാണ് ബോസ്. അത് ഇൻസെക്യൂരിറ്റി. അതുകൊണ്ടായിരിക്കില്ലേ, അതുകൊണ്ടാണ് ഇങ്ങനെ പറയുന്നത്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. നിങ്ങൾ ഒടുക്കത്തെ ബുദ്ധി പ്രവർത്തിക്കുന്നുണ്ട്. ആ ബുദ്ധി നിങ്ങളുടെ ബുദ്ധി അല്ല, നിങ്ങളുടെ പേടിയാണ്. ഇതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. നിങ്ങൾക്കൊന്നിനും വിശ്വാസമില്ലാതായത് ഇൻസെക്യൂരിറ്റിയിൽ, സുരക്ഷിതത്വ ബോധമില്ലാത്തത് കൊണ്ട് ചിന്തിച്ചു തുടങ്ങുന്നത്. നമ്മൾ അങ്ങനെ ചിന്തിക്കുക, ഇങ്ങനെ ചിന്തിക്കുക, ഇതൊക്കെ നമ്മൾ അനുഭവിച്ച ട്രോമയുടെ ഭാഗമാണ്. അവൻ അതുകൊണ്ടായിരിക്കും പറയുന്നത്, ഇതുകൊണ്ടായിരിക്കും പറയുന്നത്. ജഡ്ജ്മെന്റൽ ആവും, വേറെ ആളെ ജഡ്ജ് ചെയ്യുക. ഇതെന്തുകൊണ്ടാ? നമ്മുടെ മുറിവ് ഉണങ്ങാത്തതുകൊണ്ട്. അപ്പൊ എനിക്ക് നിങ്ങളെയൊക്കെ മനസ്സിലാവും. നിങ്ങൾ പല ആൾക്കാരും പ്രോഗ്രാമിൽ വരില്ല എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ്? പാവം, ഒരുപാട് ട്രോമ അനുഭവിച്ചിട്ടുണ്ട്. ഇനിയിപ്പോ എങ്ങനെ അയാളെ സഹായിക്കാം, എങ്ങനെ ആൾക്കത് പറഞ്ഞു കൊടുക്കാം, എങ്ങനെ ആൾക്കത് മനസ്സിലാക്കി കൊടുക്കുക, ഇങ്ങനെയാണ് നമ്മൾ നോക്കി കാണുന്നത്. നിങ്ങൾ ഒരുപാട് ട്രോമയിലൂടെ കടന്നു പോയതുകൊണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും സംശയമാണ്, ബുദ്ധിമുട്ടാണ്, പെയിനാണ്. ആൻഡ് ഐ അണ്ടർസ്റ്റാൻഡ്, ആൻഡ് ദാറ്റ്സ് ഓക്കെ. പക്ഷെ ഒരു നാള് നിങ്ങൾക്ക് എന്താ വെച്ചാൽ തിരിച്ചറിയല്ലാതെ വേറെ വഴിയില്ല. എന്നിട്ട് വന്നിട്ട് പറയല്ലാതെ വേറെ വഴിയില്ല. സാറേ, എനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ഞാൻ ബുദ്ധിമുട്ടിലാണ്, ഐ നീഡ് ഹെൽപ്പ് എന്ന് പറയുന്ന നിങ്ങളുടെ ഈഗോ മാറ്റി വെച്ച് നിങ്ങൾക്കൊരു സുരക്ഷിതത്വ ബോധം ക്രിയേറ്റ് ചെയ്തിട്ട് ട്രസ്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? വന്നേ പറ്റൂ.
അങ്ങനെ വരുന്ന സമയത്താണ് നിങ്ങൾക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് ഈ കോഴ്സുകളും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിലും ഇതിൽ നിന്നൊരു സൊല്യൂഷൻ കാണുന്നതിലും നിങ്ങളെ തടഞ്ഞു നിർത്തുന്നത് വേറെ ആരുമില്ല. നിങ്ങളാണ്, നിങ്ങളുടെ മുറിവുകളാണ്, നിങ്ങളുടെ ഇൻസെക്യൂരിറ്റിയാണ്, നിങ്ങളുടെ ഫിയർ ആണ്. നോ വൺ എൽസ്. അതിന് ചിലപ്പോൾ നിങ്ങൾ അടുത്തൊരു കഥയായിട്ട് വരും, ക്യാഷ് ഇല്ല അല്ലെങ്കിൽ വേറെ സംഗതികളാണ്, അതാണ് ഇതാണ്. അതൊക്കെ വെറും കഥകൾ മാത്രമാണ്. നിങ്ങൾക്കൊരു ഹോസ്പിറ്റലിൽ ഹാർട്ട് സർജറി ആവശ്യമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നല്ല പേടിയില്ല. ആ പേടിയിൽ നിങ്ങൾ എന്ത് ചെയ്യും? പോയിട്ട് അതേ ഇൻസെക്യൂരിറ്റി നിങ്ങൾ ട്രിഗർ ചെയ്തിട്ട് എന്ത് ചെയ്യും? നിങ്ങൾ പോയിട്ട് അത് പേയ്മെന്റ് കണ്ടെത്തി എവിടുന്നാച്ച കണ്ടെത്തിയിട്ട് ചെയ്യും. എസ്വർണം. അപ്പൊ പിന്നെ ക്യാഷിന്റെ പ്രശ്നമൊന്നുമില്ല, അത് ഉണ്ടാക്കിയെടുക്കും. നമ്മുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ സാഹചര്യങ്ങളോ ടൈമോ ഇങ്ങനെയുള്ള കഥകൾ പറയുന്നൊക്കെ നിർത്തുക. നമുക്കറിയാലോ സത്യം. എനിക്കറിയേണ്ട സത്യം, നിങ്ങൾക്കറിയാം നിങ്ങളുടെ സത്യം, നിങ്ങൾ അനുഭവിക്കുന്ന സത്യം. അതിപ്പോ വേറെ ആരുടെയും പറയേണ്ട ആവശ്യമുണ്ടോ? വേറെ ആരെയും അറിയേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. നമുക്കറിയാം നമ്മുടെ സത്യം. ആ സത്യം നമുക്ക് അറിയുന്നതുകൊണ്ട് നമ്മൾ അതിലേക്ക് എന്ത് ചെയ്യുക? ഇറങ്ങിത്തിരിക്കുക. എന്നിട്ട് നമ്മൾ ശരിക്കും എന്ത് ചെയ്യുക? നല്ല രീതിയിലേക്ക് അതിലേക്ക് ഇറങ്ങി തിരിച്ചിട്ട് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക? അത് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. വേണ്ട രീതിയിൽ എന്താണോ കാര്യങ്ങൾ അത് കറക്റ്റായിട്ട് ചെയ്യുക. മനസ്സിലാവുന്നുണ്ടോ? ചേഞ്ച് യുവർ ലൈഫ്. സോ ഇതാണ് ഇതിന്റെ റിയാലിറ്റി. നമ്മുടെ ലൈഫ് മൊത്തത്തിൽ കൺട്രോൾ ചെയ്യുന്ന ഈ പറഞ്ഞിരിക്കുന്ന ഇമോഷണൽ ബോൺസ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ എല്ലാ തീരുമാനങ്ങളും വരുന്ന അവിടെ നിന്നാണ്. അല്ലാതെ നിങ്ങൾ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുന്ന തീരുമാനങ്ങളല്ല ഒന്നും. നമ്മുടെ ബുദ്ധി എന്ന് പറയുന്ന ബുദ്ധി നമുക്ക് വർക്കേ ചെയ്യുന്നില്ല. ഇവിടെ 80% ആൾക്കാർക്ക് ബുദ്ധി വർക്കേ ചെയ്യുന്നില്ല. എന്താ കാര്യം? എല്ലാവരും ഫിയറിൽ നിന്നും, എല്ലാവരും ട്രോമയിൽ നിന്നും, എല്ലാവരും ബുദ്ധിമുട്ടുകളും പെയിനുകളും ഒക്കെ ഉള്ള ഇൻസെക്യൂരിറ്റിയിൽ നിന്ന് തീരുമാനം എടുക്കുന്നത്. ഇമോഷൻസ് ആണ്, വികാരമാണ് അവരുടെ തീരുമാനങ്ങളെ നയിക്കുന്നത്, ബുദ്ധിയല്ല. വികാരത്തിൽ നിന്ന് മോചിതനായ വ്യക്തിക്ക് മാത്രമാണ് ബുദ്ധി വർക്ക് ചെയ്യുന്നത്. മോചിതനാവണമെന്നുണ്ടെങ്കിൽ ഹീൽ ചെയ്തേ പറ്റൂ. ഹീലിങ്ങിന് എന്ത് ചെയ്യണം? ഇരിക്കണം, തെറാപ്പി ചെയ്യണം, ക്ലിയർ ചെയ്യണം, ടാപ്പ് ചെയ്യണം, തെറാപ്പി പഠിക്കണം, EFT പോലുള്ള ടൂളുകൾ പഠിക്കണം. EFT തന്നെ പഠിക്കണം നിർബന്ധം. മെനി ടൂൾസ് ആണ്. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ബ്രെയിനിനെ ഹീൽ ചെയ്യണം, ശരീരത്തെ ഹീൽ ചെയ്യണം, അവയവങ്ങളെ ഹീൽ ചെയ്യണം, നമ്മുടെ ഇമോഷൻസിനെ ഹീൽ ചെയ്യണം, നമ്മുടെ എനർജിയെ ഹീൽ ചെയ്യണം, നമ്മുടെ ആത്മാവിനെ ഹീൽ ചെയ്യണം, മനസ്സിനെ ഹീൽ ചെയ്യണം, ശരീരത്തെ ഹീൽ ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ ഹീൽ ചെയ്യുമ്പോഴാണ് നമ്മൾ അതിലെല്ലാത്തിലും ഈ പറഞ്ഞിരിക്കുന്ന ഇമോഷൻസ്, ഈ പറഞ്ഞിരിക്കുന്ന മുറിവുകൾ കടന്നുകൂടിയിട്ടുണ്ട്, നെഗറ്റീവ് എനർജി കടന്നുകൂടിയിട്ടുണ്ട്, ലിമിറ്റിംഗ് ബിലീഫുകൾ ഉണ്ടായിട്ടുണ്ട്, പെയിൻ ഉണ്ട്. ഇതിലാണ് നമ്മൾ കുടുങ്ങി കിടക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ മോചിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് നമുക്ക് ഫ്രീഡം ലഭിക്കും. ആ ഫ്രീഡമാണ് നമുക്ക് വേണ്ടത്. ആ ഫ്രീഡമാണ് നമ്മുടെ ലൈഫ് രക്ഷപ്പെടുത്താൻ പറ്റും. അതിൽ നിന്ന് ഫ്രീ ആയവർ മാത്രമാണ് പിന്നെ ഒരു ബുദ്ധി ഉപയോഗിക്കാൻ തുടങ്ങും. ഇതുവരെ നമ്മൾ ബുദ്ധിയിലല്ല വികാരങ്ങളാലാണ് നയിക്കപ്പെടുന്നത്. ഇത്ര പേർക്ക് മനസ്സിലാവുന്നത് ഞാൻ പറയുന്നത്? Just comment out. Yes, I am understanding and I am accepting. ഞാൻ സമർപ്പിക്കുന്നു, ഞാൻ മനസ്സിലാക്കുന്നു സാറേ. ഇതിൽ വ്യക്തമായിട്ട് ഇനി ഇത് പറഞ്ഞു തരാൻ കഴിയില്ല. ശരിയാണ്, ഞാൻ അംഗീകരിക്കുന്നു. ഐ അഗ്രി എന്നാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ IG എന്ന് കമന്റ് ചെയ്യുക. ഐ അഗ്രി എന്നുള്ളതിന് IG. ജസ്റ്റ് കമന്റ് ഡൗൺ IG. ഐ അഗ്രി. ആൻഡ് ഡു യു നീഡ് ഹെൽപ്പ്? നിങ്ങൾക്ക് ഹെൽപ്പ് ആവശ്യമുണ്ടോ? ഡു യു നീഡ് ഹെൽപ്പ്? ഇഫ് യു നീഡ് ഹെൽപ്പ് ജസ്റ്റ് ലെറ്റ് മീ നോ. ഐ വാണ്ട് ഹെൽപ്പ് എന്നുള്ളതിന് IWH എന്ന് കമന്റ് ചെയ്യുക. IWH, ഐ വാണ്ട് ഹെൽപ്പ്. I want help, or INH, I need help. And please help me. അങ്ങനെ കമന്റ് ചെയ്യുക. പ്ലീസ് ഹെൽപ്പ് മീ. PHM കമന്റ് ചെയ്യുക. പ്ലീസ് ഹെൽപ്പ് മീ. PHM. നിങ്ങളിത് PHM പറയുന്നതിലൂടെ എന്താണെന്ന് അറിയാം? പ്ലീസ് ഹെൽപ്പ് മീ എന്ന് പറയുന്നതിലൂടെ ഞാൻ റെഡിയാണ് സർ. ജസ്റ്റ് ഹെൽപ്പ് മീ. ജസ്റ്റ് ഹെൽപ്പ് മീ. PHM. പ്ലീസ് ഹെൽപ്പ് മീ. ബിക്കോസ് നമുക്കൊക്കെ ഹെൽപ്പ് വേണമല്ലോ. നമ്മൾ ഒറ്റയ്ക്കാണ്. ഈ പെയിൻ അനുഭവിച്ച സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. ഈ പെയിൻ എല്ലാം കൊണ്ടു നടന്ന സമയത്ത് നമ്മൾ ഒറ്റയ്ക്കായിരുന്നു. ഈ പെയിനുമായിട്ട് ഇപ്പൊ ജീവിക്കുമ്പോഴും നമ്മൾ ഒറ്റയ്ക്കാണ്. നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ആരും മനസ്സിലാക്കുന്നുണ്ട്. നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ. നോ വൺ അണ്ടർസ്റ്റാൻഡ്സ് മീ. ഇന്നലെ ഞാനൊരു ക്ലയന്റുമായിട്ട് ഇരുന്നിട്ടുണ്ടായിരുന്നു. ഒരു 1-to-1 സെഷൻ വരുന്നത്. അപ്പൊ അവര് പറയുന്ന ഒരു ഒരു പ്രോബ്ലം എന്താ വെച്ചാല്, എനിക്ക് എപ്പോഴും ഫീൽ ചെയ്തെന്ന്, എൻ്റെ
മാതാവ് എന്നെ എപ്പോഴും ക്രിട്ടിസൈസ് ചെയ്തിരുന്നു. എൻ്റെ മാതാവ് എപ്പോഴും എന്നെ ക്രിട്ടിസൈസ് ചെയ്തിരുന്നു, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ലായിരുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ എന്താ വെച്ചാല് പിന്നെ ആരും മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ള ഫീലിംഗ് എനിക്കുണ്ടായിരുന്നു. ജസ്റ്റ് ഇമാജിൻ ദാറ്റ്. ആൻഡ് നൗ ഇറ്റ് അഫക്റ്റഡ് ദാറ്റ് പേഴ്സൺസ് ലൈഫ് ലൈക്ക് എനിത്തിങ്. വല്ലാണ്ട് അത് ബാധിച്ചു. കുട്ടികൾ പലപ്പോഴും വഴിതെറ്റി പോകുന്നത്, നമ്മൾ പലപ്പോഴും വഴിതെറ്റിപ്പോയത് നമ്മളെ ആരും മനസ്സിലാക്കാത്തതുകൊണ്ട്. തെറ്റായ കാര്യങ്ങളിലേക്ക്, തെറ്റായ താൽക്കാലിക സുഖം കിട്ടുന്ന കാര്യങ്ങളിലേക്ക് നമ്മൾ വഴിതെറ്റിപ്പോയത്, തെറ്റായ നൈമിഷികമായ സുഖങ്ങളിലേക്ക് വരെ നമ്മളൊക്കെ വഴിതെറ്റി പോകുന്നത് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൂടെ കടന്നു പോകുന്നു. മനസ്സിലാവുന്നുണ്ടോ ഞാൻ പറയുന്നത്? യാ, ഇത്ര പേർക്ക് മനസ്സിലാക്കാൻ പറ്റും? അപ്പൊ നിങ്ങളെയൊക്കെ ഞാൻ മനസ്സിലാക്കുന്നു, അക്സെപ്റ്റ് ചെയ്യുന്നു. എനിക്ക് ഇവിടെ ഒരു 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 വീടുണ്ട്. ദിസ് ഈസ് യുവർ ഹോം. ഇവിടെ നിങ്ങളെ മനസ്സിലാക്കാൻ ആളുണ്ട്, ഒരു സഹോദരനുണ്ട്. ആൻഡ് ദാറ്റ്സ് മീ. ഇവിടെ കുറേ സിസ്റ്റേഴ്സ് ഉണ്ട്. ദേ അണ്ടർസ്റ്റാൻഡ് യു, ദേ അക്സെപ്റ്റ് യു, നോ മാറ്റർ വാട്ട് യു ഹാവ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ടോ, എന്ത് കടന്നു പോയിട്ടുണ്ടോ, എന്ത് പ്രശ്നങ്ങൾ കടന്നു പോയിട്ടുണ്ടോ, ഡോണ്ട് വറി, വി ലവ് യു, വി അക്സെപ്റ്റ് യു. നിങ്ങളുടെ പാരൻസ് ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ മക്കൾ ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ മാതാപിതാക്കൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല, നിങ്ങളുടെ ജീവിത പങ്കാളി ചിലപ്പോൾ നിങ്ങളെ മനസ്സിലാക്കിയിട്ടുണ്ടാവില്ല. പക്ഷെ വി അണ്ടർസ്റ്റാൻഡ് യു ബിക്കോസ് വി നോ വാട്ട് ഹാപ്പൻ ടു യു. നിങ്ങൾക്ക് എന്താണോ സംഭവിച്ചത് നമുക്കറിയാം. സോ ഫ്രം ദ സ്പേസ് ഓഫ് ലവ്, I want you to feel and believe in the miracle, the possibility of transformation. നിങ്ങൾക്ക് ഒരു ഗ്രേറ്റ്, നിങ്ങളുടെ ഉള്ളിലുള്ള നിങ്ങളുടെ വികാരങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം നിങ്ങൾ അനുഭവിച്ച പെയിൻ, ഇത് നിങ്ങളല്ല. അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് നോട്ട് യു, ദിസ് ഈസ് നോട്ട് യു. വീണ്ടും പറയണം, ദിസ് ഈസ് നോട്ട് യു. നിങ്ങളുടെ ഉള്ളിൽ യഥാർത്ഥ ബ്രൈറ്റ് ആയിട്ടുള്ള ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പേഴ്സൺ ഉണ്ട്. ആ പേഴ്സണെ നമുക്ക് പുറത്തു കൊണ്ടുവരണം. അതാണ് നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന ഇപ്പോഴുള്ള സംഗതികളൊക്കെ ഹീൽ ചെയ്ത് കളയണം. ഇതെല്ലാം ഇതൊക്കെ പുറമേയുള്ള നിങ്ങൾ അനുഭവിച്ച വേദനകളാണ്, നിങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ടുകളാണ്. അതാണ് നിങ്ങളുടെ ലൈഫ് ഈ രൂപത്തിലേക്ക് കൺട്രോൾ ചെയ്യുന്നത്. അപ്പൊ അത് ഈ രൂപത്തിലേക്ക് എന്താ വെച്ചാൽ പോരുത്. ഇങ്ങനെയുള്ള സംഗതികൾ അത് തുടർന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ തീരുമാനങ്ങൾ എടുക്കുന്നത് പേടിയിൽ നിന്നായിരിക്കും, സുരക്ഷിതത്വ ബോധമില്ലായ്മയിൽ നിന്നായിരിക്കും. അങ്ങനെ നമ്മൾ തെറ്റായ റിലേഷൻഷിപ്പിലേക്ക് പോകും. അൺഹെൽത്തി ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടും. ശരിയായ തീരുമാനം എടുക്കാൻ കഴിയില്ല. നമുക്ക് എന്തോ ഒരു എക്സൈറ്റ്മെന്റ് തോന്നും. ഓക്കെ, നമ്മളെ പോലെ ചിന്തിക്കുന്ന ഒരാളെ കാണുമ്പോൾ നമ്മൾ അങ്ങ് എന്ത് ചെയ്യും? ഓക്കെ, എന്നെ പോലെ ചിന്തിക്കുന്ന ഒരാളാണ്, അപ്പോൾ എനിക്ക് അയാളെ കിട്ടണം, അയാൾ എൻ്റെ ലൈഫിലേക്ക് നല്ലതാന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും? അതിലേക്ക് ചാടും. ഏറ്റവും രസകരമായ ഒരു കാര്യം എന്താ? അതിലും വലിയ ട്രോമ അനുഭവിച്ച ആളായിരിക്കും അയാൾ. 2 ട്രോമകളും കൂടെ കൂടിയിട്ട് എന്താവും? വളരെ ടോക്സിക് റിലേഷൻഷിപ്പിലേക്ക് എത്തിയിട്ടുണ്ടാവും. ഇപ്പൊ അതായിരിക്കും സംഭവിച്ചിട്ടുണ്ടാവുക. എത്ര പേർക്ക് ഇത് യെസ്, ഞാൻ ഇങ്ങനെ ഒരു അവസ്ഥയിലാണ് ഉള്ളത് എന്ന് അംഗീകരിക്കാൻ പറ്റും? നല്ല അവസരങ്ങൾ വരുമ്പോൾ പേടിച്ചിട്ട് എന്ത് ചെയ്യും? ആ അവസരങ്ങൾ സ്വീകരിക്കാതിരിക്കും. ടോക്സിക് റിലേഷൻഷിപ്പിൽ ചെന്ന് ചാടും. അതേപോലെ തന്നെ നല്ല അവസരങ്ങൾ വന്നിട്ടുണ്ടാവും, ആ അവസരങ്ങളിലേക്ക് ചെന്നിറങ്ങാൻ കഴിയില്ല. ആൻഡ് സാബട്ടാജ് യുവർ സക്സസ്. നല്ല അവസരങ്ങൾ നഷ്ടപ്പെടും. വിജയിച്ചിട്ടുണ്ടാവും, വിജയത്തെ വീണ്ടും തകർത്തുകൾ. ചില ആൾക്കാരാണ് നല്ലോണം വിജയിക്കും. വിജയിച്ചിട്ട് എന്ന് വെച്ചാൽ ചില തീരുമാനങ്ങൾ എടുത്തിട്ട് അഹങ്കാരിയായി പോകും. വിജയിച്ചിട്ട് നേരെ ഈ ട്രോമ ഉള്ള ആൾക്കാരാണ് പെട്ടെന്ന് അഹങ്കാരിയായി പോകും. കാരണം ഒരുപാട് ട്രോമ അനുഭവിച്ചു, ഒരുപാട് അപ്രീസിയേഷൻ ഇല്ല, പരിഗണനയില്ല. അപ്പൊ എന്തെങ്കിലും വിജയം കിട്ടുമ്പോൾ ഞാനെന്തോ സംഭവമാണ്. കാരണം എന്താ? അന്ന് കിട്ടിയ ഒരുപാട് പരിഗണനയില്ലായ്മയുണ്ട്. ആ പരിഗണനയില്ലായ്മ നമ്മളിൽ ഒരു അഹന്ത ക്രിയേറ്റ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു? എന്നിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ഭയങ്കര ചാടിയിട്ട് നിൽക്കുന്നതോട് കൂടിയിട്ട് ഒറ്റയടിക്ക് നമ്മൾ പലരെയും ഇഗ്നോർ ചെയ്യുന്നു, പലരെയും ഒഴിവാക്കുന്നു. ഒറ്റയടിക്ക് എല്ലാം തകർന്നു. വിജയിക്കുന്നു, തകർന്നു, വിജയിക്കുന്നു, തകർന്നു. അപ്പൊ വിജയം ഉണ്ടാകും, അതിനെ സംരക്ഷിക്കാതെ തകർന്നു. ബിക്കോസ് വി ഫീൽ സക്സസ് സേഫ് ആണെന്ന് നമുക്ക് തോന്നുന്നു. ഇത് എവിടെ നിന്ന് വരുന്നതാ? നമ്മൾ അപ്പോഴും പണിയെടുത്തുകൊണ്ടേയിരിക്കണം. സക്സസ് അവിടെ വന്നുകൊണ്ടിരിക്കും, പണിയെടുത്തുകൊണ്ടേയിരിക്കണം. സോ വാട്ട് ഹാപ്പൻസ്? നമ്മുടെ വിജയത്തെ നമ്മൾ തന്നെ തകർക്കുന്നു. ഇത് പിന്നെ വേറെ രീതിയിൽ എങ്ങനെ ബാധിക്കുന്നത്? യു ഡോണ്ട് ട്രസ്റ്റ് യുവർ ഇൻറ്റ്യൂഷൻ ബിക്കോസ് അൺറിസോൾവ് ഇമോഷൻസ് ക്ലൗഡ് യുവർ ക്ലാരിറ്റി. നമ്മൾ നല്ല ഇൻറ്റ്യൂഷൻ, നമുക്ക് നല്ല തോന്നലുകൾ വരും. ഈ ഒരു പ്രോഗ്രാം ചെയ്ത് കഴിഞ്ഞാൽ, ഈ ഷാഫിയുടെ കൂടെ കൂടിക്കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഈ ഒരു പ്രോഗ്രാം ഞാൻ എടുത്തു കഴിഞ്ഞാൽ എന്റെ ലൈഫ് രക്ഷപ്പെടുന്ന എനിക്കൊരു തോന്നലുണ്ട്. പക്ഷെ നിങ്ങളുടെ ഈ പറഞ്ഞിരിക്കുന്ന എന്താ പറയുക, പെയിനും കാര്യങ്ങളും കൊണ്ട് നിങ്ങൾക്ക്
ഒരു ക്ലാരിറ്റി തിങ്കിങ് കിട്ടൂല. നിങ്ങൾക്ക് എപ്പോഴും ഡൗട്ടാണ്, ഡൗട്ട്. എന്ത് ചെയ്താലും ഡൗട്ടുള്ള ആൾക്കാർ സംഭവിക്കും. വാട്ട് ഹാപ്പൻസ്? തീരുമാനം എടുക്കില്ല. അങ്ങനെയുള്ള ഇത് മാത്രമാണെന്നില്ല കേട്ടോ, മറ്റു പലതും ആവാം. പല തീരുമാനങ്ങളും നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങൾ നിങ്ങൾ പേടിച്ചിട്ട് എടുക്കാതിരുന്നിട്ടുണ്ട്. കാരണം നിങ്ങളുടെ ട്രോമ. അപ്പൊ ട്രോമ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് ക്ലിയർ ആവും. മൈൻഡ് ക്ലിയർ ആയി കഴിഞ്ഞാൽ ക്ലിയർ കട്ട് തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും. എത്ര പേർക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് മനസ്സിലായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമന്റ് ഡൗൺ. PHM, please help me. Just comment down, please help me. Please help me. Just comment down, please help me. അടുത്ത എന്താണെന്ന് വെച്ചാൽ എങ്ങനെ വേറെ രീതിയിൽ ബാധിക്കും? സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ്. നമ്മുടെ റിലേഷൻഷിപ്പിന് അത് ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ റിലേഷൻഷിപ്പിന് അത് ബാധിക്കും. യു മേ പുഷ് പീപ്പിൾ അവേ ഓർ ബിക്കം ഓവർലി ഡിപ്പെൻഡ് ഓൺ. നമ്മൾ എന്ത് ചെയ്യും? ആൾക്കാരുടെ ട്രസ്റ്റ് ചെയ്യില്ല. റിലേഷൻഷിപ്പിൽ എന്താ വെച്ചാൽ പലപ്പോഴും ആൾക്കാരെ ഇങ്ങനെ ട്രസ്റ്റ് ചെയ്യില്ല. കമ്മിറ്റ്മെന്റിന് റെഡിയല്ല. പ്രണയം കാര്യങ്ങളൊക്കെ ഉണ്ടായി, അല്ലെങ്കിൽ ഇഷ്ടമുണ്ടായി, കമ്മിറ്റ് ചെയ്യാൻ തയ്യാറല്ല. മാരേജ് കഴിക്കാൻ അല്ലെങ്കിൽ പ്രണയം അതിൽ വിശ്വാസമില്ല. അല്ലെങ്കിൽ എന്താ വെച്ചാൽ മാരേജ് കഴിഞ്ഞു എന്നാൽ പോലും പൂർണ്ണമായിട്ടും ഹസ്ബൻഡുമായിട്ട് ഒരു അല്ലെങ്കിൽ വൈഫായിട്ട് ഒരു പൂർണ്ണമായിട്ടുള്ള നല്ലൊരു ഹാപ്പി റിലേഷൻഷിപ്പ് ഇല്ല. ബിക്കോസ് യു ഡസൻ ട്രസ്റ്റ് ഹെർ. ഇതിന്റെ കാരണം യു ഡസൻ ട്രസ്റ്റ് യു. നിങ്ങൾ നിങ്ങളെ ട്രസ്റ്റ് ചെയ്യുന്നില്ല. നിങ്ങളെ ട്രസ്റ്റ് ചെയ്യാത്തതിന്റെ കാരണം നിങ്ങളെ മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തി ട്രസ്റ്റ് ചെയ്യാൻ പറ്റാത്ത വ്യക്തിയാണെന്നുള്ളത് നിങ്ങൾക്കൊരു ഇമേജ് ക്രിയേറ്റ് ചെയ്തു തന്നു. ആ ഇമേജ് നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചുള്ളത് കൊണ്ട് തന്നെ അത് തന്നെ പ്രൊജക്ട് ചെയ്യാൻ മറ്റുള്ളവരിലും. കാരണം നിങ്ങളെപ്പോലെ തന്നെയാണ് മറ്റുള്ളവരെന്നാണ് ചിന്തിക്കുക. പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. നമ്മൾ 80% നമ്മൾ എങ്ങനെ ചിന്തിക്കും? നമ്മൾ എങ്ങനെയാണോ അതുപോലെ തന്നെയാണ് ബാക്കിയുള്ള എല്ലാവരും എന്നാണ് നമ്മൾ ചിന്തിക്കുക. നമ്മൾ പോരാ, ബാക്കിയുള്ളവരും പോരാ. നമ്മുടെ അതേ പോരായ്മകൾ, നമ്മൾ ചെയ്ത തെറ്റുകളാണ് ബാക്കിയുള്ളവർ ചെയ്യുമായിരിക്കും എന്നൊക്കെ ജഡ്ജ് ചെയ്യുന്ന കണ്ടിട്ടില്ല നമ്മൾ. പലപ്പോഴും നമ്മുടെ ജഡ്ജ്മെന്റ് വേറെ ആളെ കുറിച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്നത് നമ്മൾ ആ പണി എടുത്തിട്ടുണ്ടാവും. അതുകൊണ്ടായിരിക്കും നമ്മൾ ജഡ്ജ് ചെയ്യാൻ കാരണം. യെസ് ഓർ നോ? നിങ്ങൾ ഒരാളെ പല ആൾക്കാരെയും ചതിച്ചിട്ടുണ്ടാവും, വഞ്ചിച്ചിട്ടുണ്ടാവും, അല്ലെങ്കിൽ പലരോടും കളവ് പറഞ്ഞിട്ടുണ്ട്. അതാണ് അപ്പം ബാക്കിയുള്ളവർ കളവ് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് പിടിക്കാൻ പറ്റും. ഒരു കള്ളന് മറ്റൊരു കള്ളനെ തിരിച്ചറിയാൻ പറ്റും എന്ന് പറയുന്ന പോലെ നമ്മളോട് കളവ് പറഞ്ഞിട്ടുണ്ടാവും. നമ്മളോട് കളവ് പറയുന്നുണ്ടാവും. നമ്മൾ മറ്റുള്ളവരോട് കളവ് പറയുന്നത് നമുക്ക് അറിയാം. ഞാൻ കളവാണ് പറയുന്നത്. ഈ കളവ് എവിടുന്ന പറയുന്നത്? പേടിയിൽ നിന്നാണ്, ഇൻസെക്യൂരിറ്റിയിൽ നിന്ന്. അങ്ങനെ കളവ് പറയുന്ന സ്വഭാവം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ മറ്റുള്ളവരുടെ മുൻപിൽ നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. ഇത് എവിടുന്നാ വന്നത്? മാതാപിതാക്കളുടെ മുൻപിൽ നല്ല ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പലതവണ കളവുകൾ പറയേണ്ടി വന്നു. കാരണം മാതാപിതാക്കളുടെ സത്യം പറഞ്ഞിരുന്നെങ്കിൽ മാതാപിതാക്കൾ പിടിക്കും, അടിക്കും, വഴക്ക് പറയുന്ന പേടിയിൽ നിന്നാണ് ഇത് വന്നിട്ടുള്ളത്. ക്ലിയർ ആണോ? എത്ര പേർക്ക് മനസ്സിലായി എവിടുന്ന അത് വന്നിട്ടുള്ളത്? സോ കമ്മ്യൂണിക്കേഷൻ സഫേഴ്സ് ബിക്കോസ് ഓഫ് യുവർ പാസ്റ്റ് ട്രോമ ആൻഡ് സ്പീക്സ് ലൗഡർ ദാൻ യുവർ പ്രസന്റ് സെൽഫ്. പലപ്പോഴും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടാകുന്നു. പീപ്പിൾ പ്ലീസിങ്, മറ്റുള്ളവരെ പ്ലീസ് ചെയ്യുന്ന പെരുമാറ്റം ഉണ്ടാകുന്നു. മറ്റുള്ളവരെ തൃപ്തിക്ക് വേണ്ടിയിട്ട് ജീവിക്കുക. അങ്ങനെ കംപ്ലീറ്റ്ലി ഇമോഷണലി ഷട്ട് ഡൗൺ ആയിപ്പോയി. ചില ആൾക്കാർ, എത്രയോ ആൾക്കാരുണ്ട്, ഫാമിലി ലൈഫ് ഉണ്ട്, ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്തു കൊടുത്ത് സ്വന്തം ഐഡന്റിറ്റി നഷ്ടപ്പെട്ടു, സ്വന്തം വ്യക്തിത്വം നഷ്ടപ്പെട്ടു, സ്വന്തമായിട്ടൊരു ഐഡന്റിറ്റി ഇല്ല, ഒരു സംഗതിയില്ല. ഹെൽപ്പ് ചെയ്ത് അവസാനം തിരിഞ്ഞു നോക്കുമ്പോൾ ഞാൻ ആരായി, എനിക്കെന്തുണ്ട്, അവസാനം വല്ലാത്ത സ്വയം വെറുപ്പ്, ലൈഫിനോടൊരു മടുപ്പ്, ഒന്നിനൊരു താല്പര്യമില്ല, ഒരു ഹാപ്പിനെസ് ഇല്ല, ഒന്നുമില്ല, സ്വന്തമായിട്ടൊന്നും ചെയ്യാത്തവർ എത്രയോ സ്ത്രീകൾക്ക് ഇത് പറയാൻ പറ്റും, അംഗീകരിക്കാൻ പറ്റും. സ്വർണ്ണം ഇപ്പോഴും നമ്മുടെ ഗ്രൂപ്പിലടക്കം എത്രയോ സ്ത്രീകളുണ്ട്. സ്വർണ്ണം ഒന്ന് കമന്റ് ചെയ്ത്. ലൈഫ് നഷ്ടപ്പെട്ടിട്ടുള്ള സ്ത്രീകൾ എത്രയോ പേര് മനസ്സുകൊണ്ട് വേദനിക്കുന്നു, സങ്കടം വല്ലാണ്ട്, എല്ലാം അതായത് നമുക്ക് വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ല, എല്ലാം ഹസ്ബൻഡിന് വേണ്ടി. കാരണം പ്രോഗ്രാമിംഗ് അങ്ങനെയായിരുന്നു. ഹസ്ബൻഡ് ദൈവമാണ്. ഹസ്ബൻഡിന് വേണ്ടി എല്ലാം ചെയ്യണം, ഹസ്ബൻഡ് കുടുംബത്തിന് വേണ്ടിയിട്ട് എല്ലാം ചെയ്യണം, എല്ലാം സഹിക്കണം, എല്ലാം അനുഭവിക്കണം. ആൻഡ് യു ലോസ്റ്റ് യുവർ സെൽഫ്. അപ്പൊ പിന്നെ അതാണ് പീപ്പിൾ പ്ലീസിങ്. അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് ജീവിച്ചു, സ്വയം തൃപ്തിപ്പെടാൻ കഴിഞ്ഞില്ല. എന്താ കാരണം? പ്രോഗ്രാമിംഗ് അങ്ങനെയാണ്. അപ്പൊ ഇതിങ്ങനെ ചെയ്ത് പോയി കഴിഞ്ഞാൽ അവസാനം എന്താകും? ഷട്ട് ഡൗൺ ആയിപ്പോ, ഇമോഷണൽ ഷട്ട് ഡൗൺ ആവും. പിന്നെ ഹസ്ബൻഡ് പിന്നെ പറയും ഇങ്ങനെ പ്രശ്നങ്ങളായിട്ട്. ഹസ്ബൻഡ് പലപ്പോഴും ഇവരുടെ ഇടയിൽ ലൈംഗിക ബന്ധം പ്രോപ്പറായിട്ടുണ്ടാവില്ല, പ്രോപ്പറായിട്ട് റൊമാൻറ്റിക് റിലേഷൻഷിപ്പ് ഉണ്ടാവില്ല. കാരണം ഈ സ്ത്രീക്ക് എന്താ വെച്ചാൽ ഈ സ്ത്രീക്ക് വേണ്ടത് കിട്ടുന്നില്ല. ഈ സ്ത്രീക്ക് വേണ്ട ഒരു സ്പേസ് കിട്ടാത്തതുകൊണ്ട് ആ സ്ത്രീക്ക് അയാളോട് പോലും താല്പര്യം ഉണ്ടാവില്ല. റിലേഷൻഷിപ്പിനെ ബാധിക്കും, അവരുടെ റൊമാൻറ്റിക് ലൈഫിനെ ബാധിക്കും. അവൾക്ക് അവളാവാനോ, അവളുടെ ആഗ്രഹങ്ങൾ പറയാനോ, അവൾക്കൊരു ചെറുന്ന് പുറത്തു പോകാനോ ഒന്നിനും അവസരമില്ല. എല്ലാത്തിനും വലിയ സമ്മതമാണ്. ഏതോ കളക്ടറുടെ നിന്ന് ഒപ്പിട്ട് വാങ്ങി പേപ്പർ വാങ്ങിയിട്ട് പോകണം എന്നൊക്കെയാണ് പലരുടെയും അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കണം. ഒന്ന് പുറത്ത് ഷോപ്പിങ്ങിന് പോകണമെങ്കിൽ, ഒരു പ്രോഗ്രാമിന്, ഇതേപോലെ നമ്മുടെയൊക്കെ ട്രെയിനിങ് പ്രോഗ്രാമിന് പല ആൾക്കാരും വരുന്ന അവസ്ഥ കാണും. വളരെ വിഷമകരമാണ്. അപ്പോൾ അത് അത് അങ്ങനെയൊക്കെയുള്ള ലൈഫ് ഉണ്ടായി കഴിഞ്ഞാൽ ഒരിക്കലും ഹാപ്പിനെസ് ആ ഹസ്ബൻഡിനും കിട്ടൂല. എന്നും കുത്തുവാക്കും, പ്രശ്നങ്ങളും, പ്രാക്കും, ബുദ്ധിമുട്ടും, പ്രയാസമായിരിക്കും.
കഷ്ടപ്പെടുകയായിരിക്കും. കൊടുക്കുന്നുണ്ടെന്നേ ഉണ്ടാവുള്ളൂ. സോ അങ്ങനെ അനുഭവിക്കുന്നവരുണ്ട്. സ്ട്രെയിൻഡ് റിലേഷൻഷിപ്പ്. ചില ആൾക്കാർ അഡിക്ഷനിലേക്കും എസ്കേപ്പിസത്തിലേക്കും പോകും. ഓവർ ഈറ്റിംഗ് ഒരു അഡിക്ഷനാണ്. ആൽക്കഹോള്, സ്മോക്കിംഗ്, സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് സ്ക്രോൾ ചെയ്യുക, ഓവർ വർക്കാഹോളിക് ആവുക, ബിഞ്ച് വാച്ചിങ്, വീഡിയോസ് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് കണ്ടുകൊണ്ടേയിരിക്കുക. ഇതൊക്കെ അഡിക്ഷനാണ്. സോ യൂട്യൂബിൽ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ കാണുന്നുണ്ടോ? പിന്നെ ചിലർക്ക് എന്ന് വെച്ചാൽ സെൽഫ് വർത്ത് ഉണ്ടാവില്ല. എപ്പോഴും ചിന്തിക്കുക, ഞാൻ പോരാ, ഐ എം നോട്ട് ഗുഡ് ഇനഫ്, ഐ എം ടു ബ്രോക്കൺ, ഞാൻ ഹീൽ ചെയ്യാൻ കഴിയില്ല, അത്രയ്ക്കും ഞാൻ തകർന്നു പോയിട്ടുണ്ട്, ഇനി എനിക്കൊരു തിരിച്ചുവരവില്ല, ഞാൻ ഇങ്ങനെയാണ്, ഐ ഡോണ്ട് ഡിസേർവ് ഹാപ്പിനെസ്, എനിക്ക് ഹാപ്പിനെസ് ഒന്നുമില്ല, ഐ ഡോണ്ട് ഡിസേർവ് ലൈഫ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കൺക്ലൂഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എന്ന് വെച്ചാൽ, അൺഹീൽഡ് ഇമോഷൻസ് ആർ ലൈക്ക് ക്യാരിയിങ് ഇൻവിസിബിൾ വെയിറ്റ്സ്. കാണാൻ കഴിയാത്ത വലിയ ഭാരം ചുമക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മളുടെ ഹീൽ ചെയ്യപ്പെടാത്ത ഈ ഇമോഷൻസ് എല്ലാം കിടക്കുന്നത്. നമ്മൾ എങ്ങനെയാണോ ചിന്തിക്കുന്നത് അതിനത് ബാധിക്കും, നമ്മൾ എന്താണോ ഫീൽ ചെയ്യുന്നത് അതിനെ ബാധിക്കും, നമ്മുടെ പ്രവർത്തികളെ ബാധിക്കും, ഈവൻ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്ന രീതി, ശരീരത്തിന്റെ ആരോഗ്യത്തെ വരെ അത് ബാധിക്കും. സോ ട്രൂ ഹീലിംഗ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീൻസ് ഫീലിംഗ് ആണ്. അത് ഫീൽ ചെയ്യലാണ്. ഓരോ ഇമോഷൻസും ഫീൽ ചെയ്ത് അത് പ്രോസസ് ചെയ്ത് ആ ഇമോഷൻസിനെ റിലീസ് ചെയ്യും. അതിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ആയാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, സമാധാനത്തിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ, തിരിച്ച് എനർജിയിലേക്ക് കടന്നു വരാൻ പറ്റുള്ളൂ. ഹൈ എനർജി, നല്ല സമാധാനം, നല്ല എനർജി ആൻഡ് നല്ല ക്ലാരിറ്റിയിലേക്ക് നമ്മൾ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ലവ് ഫീൽ ചെയ്യണം. വി ഷുഡ് ഫീൽ ലവ്ഡ് ആൻഡ് പ്രൊട്ടക്റ്റഡ് ആൻഡ് സേഫ്. അതിനുള്ള മെത്തേഡ്സ് ആണ് EFT എന്ന് പറയുന്ന ടൂള് പഠിപ്പിക്കുന്നത്. അടുത്ത ഈ വരുന്ന കോഴ്സ് വരുന്നുണ്ട്. കോഴ്സിലേക്ക് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എന്തായാലും വരാം, അതിലേക്ക് വരാം. നാളെ നമ്മൾ ഈ ഒരു ടോപ്പിക്കിന്റെ ഡെപ്തിലേക്ക് വീണ്ടും പഠിക്കാൻ പോവാണ്. ആർ യു റെഡി? ആർ യു എക്സൈറ്റഡ്? ഇതിന്റെ അടുത്ത പാർട്ട്. ഇന്നിപ്പോ നമ്മൾ എന്താണ് ട്രോമ, എങ്ങനെ അത് നമ്മുടെ ലൈഫിനെ ബാധിക്കുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കി. അപ്പൊ ഇതിൽ നിന്ന് നിങ്ങൾക്ക് തിരിച്ചൊരു ക്ലാരിറ്റി കിട്ടിയിട്ടുണ്ടാവും, എന്താണ് ആക്ച്വലി നിങ്ങൾക്ക് സംഭവിക്കുന്നത്. ഒരു ഏകദേശ ധാരണ കിട്ടിയോ? ഇതാണ് എന്റെ പ്രശ്നം. യെസ് യെസ്. പ്രോഗ്രാമിലേക്ക് വരാൻ താല്പര്യമുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാം, നമ്മുടെ അടുത്ത ബാച്ച് വരുന്ന 26-ാം തീയതിയാണ്. അതിലേക്ക് വന്നു കഴിഞ്ഞാൽ 40 ദിവസത്തെ പ്രോസസ്സിലൂടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇത് കണ്ടിന്യൂസ്ലി ഇൻഡെപ്തിൽ ഹീൽ ചെയ്യാൻ പറ്റും. അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതിന് പേയ്മെന്റ് ഉണ്ട്. ഏകദേശം ഐ തിങ്ക് നമ്മളുടെ കോഴ്സ് ഫീ ഡീറ്റെയിൽസ് ഒക്കെ നമ്മുടെ ടീം മെമ്പേഴ്സോട് അസ്മ ഒന്ന് കമന്റ് ചെയ്യാവോ? ഏർലി ബേർഡ് ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ യു ക്യാൻ ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ. അപ്പൊ ഇനി അവസാനിപ്പിക്കുകയാണ് ഇന്നത്തെ ഒരു സെഷൻ. എങ്ങനെ ഉണ്ടായിരുന്നു? ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. എന്തെങ്കിലും ക്വസ്റ്റൻസ് ഉണ്ടോ? ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. എനി ക്വസ്റ്റൻസ്? ഐ വിൽ ആൻസർ റൈറ്റ്. ഒന്ന് അൺമ്യൂട്ട് ചെയ്തിട്ട് പറയാവോ? കോഴ്സ് ഫീ വരുന്നത് 14,800 രൂപയാണ്. പക്ഷേ നിങ്ങൾ ഇമ്മീഡിയറ്റ്ലി ഈ ഒരു ബാച്ചിൽ ലൈവിൽ പങ്കെടുക്കുന്ന ആൾക്കാർ എന്ത് ചെയ്യും, ഇമ്മീഡിയറ്റ്ലി കോൺടാക്ട് ചെയ്യും. സൂപ്പർ ആയിരുന്നു എന്നാ പറയുന്നത് ജോസഫ് സാർ. ഓക്കെ, വെരി ഗുഡ്. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങളുണ്ടോ? എനി ക്വസ്റ്റൻസ് ഉള്ള ആൾക്കാർക്ക് എന്താ വെച്ചാൽ, നമ്മളുടെ ഈ ഒരു ഇപ്പൊ നമ്മൾ മനസ്സിലായില്ല, ഈ ഒരു ട്രോമ, ഈ ഒരു പ്രശ്നത്തിൽ ഇങ്ങനെ ഉള്ളിൽ കുടുങ്ങി കിടക്കുക. നമ്മൾ ഈ കുടുങ്ങി കിടക്കുന്നത് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ തന്നെ ഹീലിംഗിലേക്ക് വരണം. നേരത്തെ പറഞ്ഞതുപോലെ ഇൻസെക്യൂരിറ്റി വെച്ചിട്ട് ഇത് അങ്ങനെയായിരിക്കും, ഇങ്ങനെയായിരിക്കും, എന്റെ മാറുമോ, അങ്ങനെയൊന്നും ചിന്തിക്കണം. അത് നിങ്ങൾ ട്രസ്റ്റ് ചെയ്യുക. ഇറ്റ്സ് ഓക്കെ, എനിക്ക് വേറെ വഴിയില്ല, പ്ലീസ് ഹെൽപ്പ് മീ സർ, PHM, ദാറ്റ്സ് ഇറ്റ്, പ്ലീസ് ഹെൽപ്പ് മീ. ആ ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾ സ്വീകരിക്കുക. വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കേണ്ട. പേയ്മെന്റ് എടുക്കുക, പ്രോഗ്രാമിലേക്ക് വരിക, ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് അനുവദിക്കുക. ഹീലിംഗ് ഞങ്ങൾ ചെയ്തോളാം. ഡോണ്ട് വറി, വിൽ ടേക്ക് കെയർ ഓഫ് യു. 40 ഡേയ്സ് ഇരുന്ന് നമ്മൾ ഹീൽ ചെയ്യും. ആ 40 ഡേയ്സ് ഇരുന്ന് ഹീൽ ചെയ്യുന്നതോട് കൂടിയിട്ട് നിങ്ങളുടെ ഒരുവിധം വിഷയങ്ങളൊക്കെ ക്ലിയർ. ഏകദേശം 3000-ഓളം ട്രോമാസ് ഉണ്ട്. ഓക്കെ, ആ 3000-ഓളം ട്രോമാസ് നമ്മൾ എന്ത് ചെയ്യും, 40 ഡേയ്സ് ഇരുന്നിട്ട് പല തവണ ഇരുന്നിട്ട് ക്ലിയർ ചെയ്യും. അപ്പൊ അതിന്റെ ഒരു ബേസിക് പ്രശ്നമുണ്ട്, കോർ ഇഷ്യൂസ്. ആ കോർ ഇഷ്യൂസ് ആണ് 300 ഉണ്ടാവും. അത് നമ്മൾ ഈ 40 ഡേയ്സ് കൊണ്ട് ക്ലിയർ ചെയ്യുന്നതോട് കൂടി തന്നെ ബാക്കിയുള്ളത് അങ്ങ് കൊളാപ്സ് ആണ്. ഈ ട്രോമ എന്ന് പറയുന്നത്, അതിന്റെ ഇമ്പാക്ട് എന്ന് പറയുന്നത്, കുറച്ച് സംഭവങ്ങൾ ഉണ്ടായതിന്റെ റിപ്പീറ്റേഷൻ പിന്നീട് ഉണ്ടാവും. അതിന്റെ പാറ്റേൺ ആണ്. സോ ഇന്നത്തെ സെഷൻ ശരിക്കും ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് തന്നിട്ടുണ്ടാവും വിചാരിക്കുന്നു. So come and change your life. Please, this is an opportunity. No more suffering. സഫർ ചെയ്യേണ്ട ആവശ്യമില്ല. ദ ഹെൽപ്പ് ഈസ് ഹിയർ. ഡിസിഷൻ എടുക്കേണ്ടത് നിങ്ങളാണ് കേട്ടോ. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു എവ്രിവൺ. താങ്ക് യു സോ മച്ച് ഫോർ എവ്രിവൺ ഷെയറിങ് യുവർ ഒപ്പീനിയൻ.
നാളെ നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും ഇന്നത്തെ ക്ലാസ് എന്ത് ചെയ്യുക, അയച്ചു കൊടുക്കുക. നിങ്ങളുടെ ലവ്ഡ് വൺസിന്, ഫ്രണ്ട്സിന് എല്ലാവർക്കും അയച്ചു കൊടുക്കുക. അവർക്ക് ശരിക്കും ഇതിലൊന്നൊരു അണ്ടർസ്റ്റാൻഡിങ് കിട്ടും കേട്ടോ. നാളെ നമുക്ക് വീണ്ടും വരാം. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും ഡെപ്തിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം നാളെ. താങ്ക് യു. നാളെയുടെ മറ്റന്നാളും ഉണ്ട് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഹാവ് എ ഗ്രേറ്റ്. നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എ ബ്രദർ ഈസ് ഹിയർ ആൻഡ് ലോട്ട് ഓഫ് സിസ്റ്റേഴ്സ് ആർ ഹിയർ. ഓക്കെ, സോ ഹൂവർ ഇറ്റ് ഈസ്, നിങ്ങൾക്ക് എത്ര വയസ്സായി എത്ര പ്രായം ഇതൊന്നും വറീഡ് ആവേണ്ട. ഐ എം ഹിയർ ടു ഹെൽപ്പ് യു. ഹെൽപ്പ് ചെയ്യാൻ ഇവിടെ ഉണ്ട്. ഓക്കെ, നിങ്ങളുടെ വിഷമങ്ങളിൽ നിന്ന് പുറത്ത് കിടക്കാൻ ഇവിടെ ഉണ്ട്. സോ ലെറ്റ്സ് ഡു ദിസ് ടുഗദർ. ലെറ്റ്സ് ഹെൽപ്പ് യു. ഓക്കെ, താങ്ക് യു. ലെറ്റ്സ് ആക്ട് ഔട്ട് ഓഫ് ലവ്. ലെറ്റ്സ് ടേക്ക് എ ഡിസിഷൻ ഔട്ട് ഓഫ് ലവ്. ഒരു ഡിസിഷൻ, ഒരു സ്നേഹത്തിന്റെ സ്പേസിൽ നിന്ന്, സ്നേഹത്തിന്റെ മനസ്സിൽ നിന്ന് ഒരു ഡിസിഷൻ എടുക്കാം, തീരുമാനം എടുക്കാം. നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടുത്താൻ, ആ പെയിനിൽ നിന്ന് രക്ഷപ്പെടുത്താൻ. അവിടെ ഒരുപാട് പേരുണ്ട്, ഒരുപാട് പേര് അനുഭവിക്കുന്നുണ്ട്. ഇനി അത് അനുഭവിക്കേണ്ട, നമുക്കത് നിർത്താം, നമുക്കതിന് രക്ഷപ്പെടാം. സുബൈദ മാമൊക്കെ അവിടെ പറയുന്നത് നിങ്ങൾ കേട്ടിട്ടില്ലേ? ഇത്ര പെയിനില്ലായിരുന്നു അവരൊക്കെ. അവർ ട്രസ്റ്റ് ചെയ്തു, ഞങ്ങളുടെ അടുത്തേക്ക് വന്നു, രക്ഷപ്പെട്ടു. സുബൈദ മാം ഉണ്ട് അവിടെ. സോ അവരൊക്കെ ഇപ്പോഴും 100% സബ്മിറ്റ് ചെയ്ത് വയ്ക്കുക, ആ ജേണിയിൽ കൂടിയിരിക്കുക. ശരിക്കും ചേഞ്ച് ആയിട്ടുണ്ട്. നിങ്ങളും വരിക കേട്ടോ, മറക്കല്ലേ. വന്നിട്ട് എന്ത് ചെയ്യുക, ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുക. ഓക്കെ, ട്രസ്റ്റ് ദിസ്. വേറെ ആരെയും നിങ്ങൾക്ക് വിശ്വാസമില്ല, എനിക്കറിയാം. ഈ ലോകത്ത് ആരെയും നിങ്ങൾക്ക് വിശ്വാസമില്ല, നിങ്ങളെപ്പോലും നിങ്ങൾക്ക് വിശ്വാസമില്ല. ആ സ്ഥാനത്താ പറയുന്നത്, ഹെൽപ്പ് കിട്ടുന്ന ഒരു സ്ഥലമെങ്കിലും എന്ത് ചെയ്യുക, വിശ്വസിക്കുക. ചേർന്നു സർ, ഫാത്തിമ. വെരി ഗുഡ് ഫാത്തിമ, താങ്ക് യു, കൺഗ്രാചുലേഷൻ. ഐ എം ഹാപ്പി ഫോർ യു. ഓക്കെ, മറക്കില്ല. ഈ ഒരു ബോധം, ഈ ഒരു സേഫ് ഫീലിംഗ് നിങ്ങൾ എല്ലാവരും മനസ്സിൽ നിലനിർത്തുക കേട്ടോ. താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ്. നാളെ കാണാം.